أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. തുടത്തി അതെ, അബൂലഹബ് ഒഴിച്ച് മറ്റാരും ശക്തമായ പ്രതികരണം ഇല്ല. പിന്നെ ആലിഹത്ത് ഇവർ ആരാധിച്ചു വരുന്ന ഇലാഹുകൾ ഇലാഹല്ല, അത് വെറുതെയുള്ള പണിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും പൊള്ളിയത്. അതിപ്പോൾ തന്നെ സംഘടനാ തലവന്മാർ എന്തെങ്കിലും ഒന്ന് തൊട്ടുപോയെങ്കിൽ നബിതങ്ങളെ പറഞ്ഞാലും കൂടി ഇവർക്ക് ചൂടുണ്ടാവില്ല. പണ്ട് ഒരു തിളക്കുന്ന വെള്ളത്തിൽ മുങ്ങാൻ പറഞ്ഞ എന്നോട് അത് ചോദിച്ചു, എന്തിനാ മുങ്ങുന്നത്, നിനക്ക് എന്താന്ന്? ഒരാൾ പറയും ഫുലാൻ മുങ്ങിയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയാളെ മുങ്ങിയത് എനിക്ക് തെളിവല്ലോ എന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് ഉള്ളം കഴിഞ്ഞ് ഉള്ളം കാലം മുത്തിയ കൂട്ടർ ഇവരായതെങ്കിലും മരുഭൂമി തുറന്നിളക്കിയേക്കാന്നാ പറയും. ഒന്നുവെച്ചിലേക്ക് പോയിക്കോട്ട് വണ്ടി മറക്കി ഇവിടെ അസ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റം പറഞ്ഞാൽ അവർക്ക് കൊള്ളൂല. അങ്ങനത്തെ എന്തെന്നാ പറയാ, ഒരു ബക്രിയ ഇപ്പോൾ ചുരുക്കത്തിൽ വഴിതെറ്റിയിട്ടാണ് ഉള്ളത്. അതവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പൊളിച്ച ചീറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഇലാഹാഗ് കൊള്ളൂല, അതിനകത്ത് ചീത്ത പറയുന്ന അവ കൊള്ളാത്ത ഒന്നേ നമ്മ ആരാധിച്ച് അപ്പം നമ്മം കൊള്ളരുതാത്ത പറഞ്ഞെടുത്തു എന്നെല്ലാം അതിന് വിളിങ്ങി എന്താക്കും, ഇങ്ങനെ ചൊറഞ്ഞു പിടിക്കും. അതായത് അപ്പുറം വായിക്കും. ഏക്കട്ട് സുമ്മ കസുറ ശർറു വതസായദ വന്തശറ ബൈനഹു വബൈനഹും. അവിടെ എന്തായെന്നറിയോ, ഷർറ് പരന്നു ഓരോരുത്തരുടെയും ഇടയിൽ. ഹത്താ തബാഅദ റിജാൽ, അപ്പോൾ പുരുഷന്മാരൊക്കെ എന്തായി ചിലപ്പോൾ അകന്നു പോയി, മുമ്പിൽ സഞ്ചരിക്കാതെ. വതലാഗനു ഐ അൽമറുൽ അദാവത വൽ ഹിഖ്ദ, ഓരോരുത്തരും പരസ്പര ശത്രുക്കളായിട്ട് എന്താക്കി, അംഗീകരിച്ച ആളെ ഇവർ വിടൂല, അംഗീകരിക്കാത്ത ആളെ ഇവരും വിടൂല എന്നുള്ള നിലക്കിങ്ങനെ. ഇപ്പം ഈ കാലത്തുള്ള ഗ്രൂപ്പിസം പോലെ തന്നെ അത് ദീനാന്നല്ലേ പറഞ്ഞു വരുന്നത്. നമ്മൾ പാവപ്പെട്ട നമ്മൾ അംഗീകരിക്കാന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ കഴിയില്ലല്ല. പിന്നെ വാക്സറത്ത് ഖുറൈശുൻ ദിക്റ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനഹാ, ഖുറൈശികളിടയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയൽ തന്നെയുള്ളത്. തങ്ങൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ആരാധിച്ചു വരുന്ന ആരാധനകൾ ശരിയല്ല എന്ന് പറയുന്നു, അള്ളാഹിലേക്ക് മടങ്ങണം എന്ന് പറയുന്നു, കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നു, ഇതൊക്കെ ചർച്ച ചെയ്യും. വഹല്ല ബഅദുഹും ബഅദൻ അലാ ഹർബിഹി വഅദാവതിഹി വമുഖാതഅതിഹി, പരസ്പരം അവർ ഉപദേശിക്കുന്ന എന്താണെന്നറിയോ, തങ്ങളോട് യുദ്ധം ചെയ്യണം, തങ്ങളോട് ശത്രുത വെക്കണം, തങ്ങളുടെ ബന്ധം വിച്ഛേദിക്കണം, ഇതൊക്കെയാണ് അവരുടെ തീരുമാനം. കേൾക്കുന്നുണ്ടല്ലോ, നമുക്ക് അറിയാൻ അനിവാര്യമായ വിഷയം ഉണ്ടാകുന്നു. സുമ്മ മശൗ ഇല അബി താലിബ്, അവറുകളിലേക്ക് എന്താക്കി മറത്തൻ നുഹ്റ, രണ്ടാമത് വന്ന് അബൂ താലിബിനേറ്റ വരിക. ഫഖാലു യാ അബാ താലിബ് ഇന്ന ലക സിന്നൻ വശറഫൻ വമൻസിലത്തും ഫീന, നിങ്ങൾക്ക് കുറച്ച് നമ്മളെയൊക്കെ കുറേ പ്രായാധിക്യമുണ്ട്, കുറച്ച് വയസ്സുമുത്ത ആളാണ് അല്ലേ, പിന്നെ വലിയ ഷറഫുണ്ട്. അബ്ദുൽ മുത്തലിബിൻ്റെ മകനാകുമ്പോൾ വലിയ ഷറഫുണ്ടല്ലോ, അതുപോലെ നമ്മളിൽ വലിയ സ്ഥാനമുடைய ആളാണ്. വഇന്നാ ഖത്തലബിന മിൻക അൻ തൻഹ ഇബ്ന അഖീക, നിങ്ങളുടെ സഹോദരൻ്റെ മകനല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. അതെ അതെ, ഫലം തൻഹു അന്ന, അത് നിങ്ങൾ വിരോധിച്ച് കാണുന്നില്ല, ഇനി ഇവിടെ നിന്ന് ഓരോ തീരുമാനം എടുക്കണം എന്നാണ്.
വഇന്നാ വല്ലാഹി ലാ നസ്ബിറു അലാ ഹാദാ, ഇത് നമുക്കൊരിക്കലും ഉറപ്പിക്കാനാവില്ല. എന്താ? മിൻ ശത്മി ആബാഇനാ വതസ്ഫീഹി അഹ്ലാമിനാ, നമുക്ക് ബുദ്ധി കുറവാണെന്നും നമ്മളെ ഇവർക്ക് ആരാധിച്ച് വന്നിരുന്നത് അവർ ബുദ്ധിയില്ലാത്ത പണിയെടുത്തുന്നും ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂല. വഅയ്യബ ആലിഹത്തന ഹത്താ തകുഫഹു അന്നാ ഔ നുനാസിലഹു, ഒന്നിക്കൽ നിങ്ങൾ തടയണം, അല്ലെങ്കിൽ നമ്മ അതിൽ ഇടപെട്ടിട്ട് അതിന് വേണ്ട പരിഹാരം കാണും. കണ്ടോ? വഇയ്യാക ഫീ ദാലിക്, അതിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോളണം. ഹത്താ യുഹ്ലിക ഹദൽ ഫരീഖൈനി, എന്നിട്ട് എന്താക്കും? രണ്ടാലൊരു വിഭാഗം ഇവിടെ ഹലാക്കും. ഒന്നുകിൽ അബൂ താലിബും അതിനെ അംഗീകരിക്കുന്ന ആളും ഹലാക്കും, അല്ലെങ്കിൽ നമ്മ ഹലാക്കും. സുമ്മൻ സറഫു അൻഹു, അവർ മടങ്ങിപ്പോയി. ഫഅലുമ അല ഇബ്ൻ അല്ലേ അതിവിടെ എന്തെല്ലോ പിഴവുണ്ട്. ഫഅലുമ അല അബീ താലിബിൻ, അബൂ താലിബിന് വലിയ ഒരു മാനസിക പ്രശ്നമായി. ഫിറാഖ് ഖൗമിഹി വ അദാവത്തിഹിം, ഖൗമ എതിരായിട്ട് നിൽക്കുന്നുണ്ട്, അവർ ശത്രുത പ്രകടിപ്പിക്കുന്നുണ്ട്. വലം യതിബ് നഫ്സൻ ബിഅൻ യഖുദുല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ കൈപിടിയാനും തങ്ങൾക്ക് പിന്തുണയില്ലാത്ത വിടാനും അതും സാധിക്കുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ലഹു, തങ്ങളോട് പറഞ്ഞ്, യബ്ന അഖീ, എൻ്റെ മോനെ, ഇന്ന ഖൗമക ജാഊനി, നമ്മളെ നാട്ടുകാരുടെ വന്നിട്ടുണ്ട്. ഫഖാലൂ ലീ കദാ വകദാ, എന്നോട് ഒരിങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫബഖി അലയ്യ വഅലാ നഫ്സിക്, അതുകൊണ്ട് എന്താക്കണം? എനിക്ക് പഴച്ചുമ്പഴായി എൻ്റെ ആരോഗ്യവും നോക്കണം, നിൻ്റെ സ്വന്തം നഫ്സിനെയും നോക്കണം. വലാ തുഹമ്മിൽനി മിനൽ അംരി മാ ലാ ഉതീഖ്, എനിക്ക് സാധ്യമാകാത്തത് എന്നെ നിർബന്ധിക്കരുതേ. ഫളന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾക്ക് മനസ്സിലായി, അന്ന അമ്മഹു ഖാദലഹു, അമ്മ ഇപ്പം കൈപിടിയാൻ പോകുന്നുണ്ട്, സാരമൊന്നുമില്ല. വഅന്നഹു ദഈഫുൻ അൻ നുസ്റതിഹി, സഹായിക്കുന്ന തൊട്ടിട്ട് അബൂ താലിബ് കുറേ ബലഹീനനായിട്ടുണ്ട്. വൽ ഖിയാമി മഅഹു, തങ്ങളോടൊപ്പം നിൽക്കാനും സാധ്യമാവാത്ത വന്നിട്ടുണ്ട് എന്ന് തങ്ങൾക്ക് മനസ്സിലായി. ഇനി അള്ളാഹുവിലേക്ക് വിടരുത്. ഫഖാല യാ അമ്മി വല്ലാഹി ലൗ വദഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി, അവരെല്ലാവരും കൂടി വന്നിട്ട് സൂര്യൻ എൻ്റെ വലത്തെ കൈയിൽ വെച്ചു, ചന്ദ്രനെ എൻ്റെ അടുത്ത കൈയിലും വെച്ച്, എന്നിട്ട് അല അൻസിൽ അൻഹാദൽ അംരി, അല്ലാഹു തആല ഏൽപ്പിച്ച ഈ കാര്യം പിൻവലിക്കണമെന്നാണ് ഒരു ആവശ്യം. എന്നാലും ഞാൻ പിൻവലിക്കുന്ന പ്രശ്നമില്ല. അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിൻ്റെ തെളിവ്. അല്ലെങ്കിൽ ഇത്ര അധ്വാനിക്കണം, ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു ഫ്രീയായ പണിയാണെങ്കിൽ എത്ര നീക്കണ്ടല്ലോ, അതും പോലെ ചെയ്താൽ പോലെ. അപ്പം തബ്ലീഗ് എന്ന ഉത്തരവാദിത്തം, തബ്ലീഗ് എന്ന് പറഞ്ഞാൽ ഈ ജമാഅത്തല്ല ഉദ്ദേശിക്കുന്നത്. അത് പറയുമ്പോൾ അപ്പുറത്തേക്ക് പോവുക മനസ്സ്. അംബിയാ മുർസലീങ്ങൾക്ക് വാജിബായ ഒരു സിഫത്തുണ്ട് തബ്ലീഗ് എന്ന് പറഞ്ഞാൽ നോട്ടീസ് ഒട്ടിച്ചിട്ട് ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താവൂല, തബ്ലീഗാവൂല. ദഅവത്ത് ചെയ്തിട്ട് ഇന്നുള്ള നാട്ടാചാരങ്ങളും വീട്ടാചാരങ്ങളും കഞ്ഞിയും മൂലയും ഭഗവാനും എല്ലാം എന്താക്കണം, ഇവിടുന്ന് എടുത്തിട്ട് അള്ളാഹുവിൻ്റെ തൗഹീദ് മനസ്സിൽ ഉറച്ച് ആഖിറത്തിൻ്റെ വിശ്വാസം ദൃഢമായി, എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അതിലായിരിക്കണം, അള്ളാഹുവിൻ്റെ തഖ്വയിലാക്കാൻ മാത്രം പണിയെടുക്കണം. അപ്പോൾ ഒരാൾ എന്തെല്ലാം മാറ്റിയെടുക്കാനുണ്ട്? നൂറ്റാണ്ടുകളെ പണിയെടുത്താലും നമ്മളിപ്പോഴത്തെ കാലുമാന്തന് മറന്നുണ്ടാ? ആലോചിച്ച് കേട്ടുന്നു. മുസാഫിറത്തെ കാലുമാന്തൽ തന്നെയല്ലേ, അതിനൊരു പരിഹാരമായിട്ടില്ലല്ലോ. ഇത് ഒരാളെന്നാക്കാനല്ല ഈ പറഞ്ഞിരിക്കുന്നത്. എത്ര ആള്? കാഫത്തല്ലിന്നാസ്, ഇൻസുകളും ജിന്നുകളും, തങ്ങളെ കാലത്തുള്ളവരും കാലത്തില്ലാത്തവരും ഖിയാമത്ത് നാളെ വരാനിരിക്കുന്നവരിലേക്ക് ഒറ്റ റസൂലാണ്. അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. ഇത് ചെറിയ ഉത്തരവാദിത്ത. തങ്ങളായാത്ത കാലത്തോടെ തന്നെ എൻ്റെ ഉസൂലും ഫുറൂഉം കാനൂനും എല്ലാം ശരിയാക്കിയിട്ട് അയിമത്തിനെ ഏൽപ്പിച്ച് ബാക്കി നീങ്ങും. ഓരോ അതിൽ താമസിച്ചിട്ട് പണിയെടുക്കേ കൊണ്ടു. അപ്പം അല്ലാഹു തആല ഈ കാര്യം അങ്ങ് പൂർത്തിയാക്കണം. അല്ലെങ്കിൽ പിന്നെ എന്താ ഇത്ര മുട്ട് ഇവിടെ നന്നാണോ?
വന്നായിക്കോട്ടെന്ന് പറഞ്ഞ പോലെ. അപ്പം വമ്പിച്ചൊരു ഉത്തരവാദിത്തം അള്ളാഹിൻ്റെ പക്കലുണ്ട്. അതാണ് തബ്ലീഗ്. തബ്ലീഗ് എന്തുണ്ട്? അവർ റസൂലാണ് സല്ലല്ലാഹു അലൈഹി. അല്ലെങ്കിലോ ഔ അഹ്ലിക ഫീഹി മാ തറക്തുഹു. എന്താണ് മാ തറക്തു? മറ്റേത് ജവാബാന്ന് ഇബാറത്തില്ലേ? എൻ്റെ കയ്യിൽ വലത്തെ കയ്യിൽ സൂര്യനെയും ഇടത്തെ കയ്യിൽ ചന്ദ്രനെയും വെച്ചിരുന്നാലും ഇവർ ആവശ്യപ്പെട്ടാൽ മാ തറക്തുഹു, അത് ഒഴിവാക്കുന്ന പ്രശ്നമില്ല. ഒന്നെങ്കിൽ ഞാൻ എന്താകും അതിലായിട്ട് മരിക്കും, ഷഹീദായി മരിക്കുന്നതാണ്. സുമ്മസ്തഅബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ കണ്ണുനീരൊഴുക്കി. ഐ ഹസനത്ത് ലഹുൽ അബ്റ അല്ലതി ഹിയ ദംഉൽ ഐൻ, കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുക്കി. ഫബക, കരഞ്ഞു. സുമ്മ ഖമ, ഞാനിതാ പോകുന്നു, ഞാൻ എൻ്റെ റബ്ബിനെ കൊണ്ട് സഹായിച്ചു. ഫലമ്മ വല്ല, അങ്ങനെ പോകുമ്പോൾ അബൂ താലിബിന് വല്ലാത്തൊരു കാരുണ്യം. നാദാഹു, അബൂ താലിബ് വിളിച്ചു. ഫഖാല അഖ്ബിൽ ഇബ്ന അഖീ, എൻ്റെ മോനെ ഇങ്ങോട്ട് വാ. ഫഖുൽ മാ അഹ്ബബ്ത, നിനക്ക് എന്തെല്ലാണോ ഇഷ്ടപ്പെടുന്നതെല്ലാം പറഞ്ഞു പ്രചരിപ്പിച്ചോ, ഒരു തടസ്സമില്ല. വല്ലാഹി ലാ ഉസല്ലിമുക, നിന്നെ കൈയൊടിക്കുന്ന പരിപാടിയേ ഇല്ല. സുമ്മ അൻശഅ യഖൂലു, പിന്നെ അബൂ താലിബ് ഒരു പദ്യം ചൊല്ലി. വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീനാ ഫസ്ദഅ ബിഅംദിക മാ അലൈക ഗളാലത്തുൻ വബ്ശിർ وابشر وقر بذاك منك عيونا ودعوتني وزعمت أنك ناصحي ولقد صدقت وكنت ثم أمينا وعرلت دينا لا محالة أن إنه من خير أديان البرية دينا لولا الملامة أو حذار مسبة لوجدتني سمحا بذاك مبينا. വല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം, ലൻ യസിലൂ ഇലൈക ബിജംഇഹിം, അവരെല്ലാവരും സംഘടിച്ച് വന്നാലും തങ്ങളിലേക്ക് വരൂല. ഞാനതിന് പരിഹാരം കണ്ടു. ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീന, ഞാൻ മണ്ണിലായിട്ട് മണ്ണ് തലക്കാണിയാക്കി കിടക്കുന്നില്ലേ, എന്നുവെച്ചാൽ ഒപ്പത്താവും, അതുവരെയും ഓർക്ക് എന്നെ കൊള്ള വരാൻ കഴിയില്ല. അപ്പോഴാണല്ലോ അബൂ താലിബ് 10-ാം നുബുവത്തിൻ്റെ 10-ാം കൊല്ലം, അതായത് ഷാബിൽ താമസിച്ച് 7-നാണ്. 3 കൊല്ലം നാടെ തടഞ്ഞിട്ട് ഭക്ഷണമില്ല വെള്ളമില്ലാണ്ട് കഴിഞ്ഞുകൂടെ. ഇന്നത്തെ പലസ്തീൻ ഇതിനേക്കാണ് കൂടുതൽ ദുരിതം. അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞിട്ട് അപ്പോൾ അബൂ താലിബ് നമ്മളെ ക്ഷീണിച്ച അവശരായി, പിന്നെ വഫാത്തായി. 3-ാം ദിവസം ആര് ഖദീജ ബീബി വഫാത്തായി. പിന്നെ ആരുമില്ലല്ലോ മക്കാൻ. ഫസ്ദഅ ബിഅംദിക, നിങ്ങളോട് കൽപ്പിച്ച കാര്യം നിങ്ങൾ തുറന്ന് പറയുക, ആരെയും പേടിക്കണ്ട. മാ അലൈക ഗളാലത്തുൻ, അതിനിവിടെ മുടക്കമോ തടസ്സമോ ഒന്നും ഇവിടെയില്ല. വബ്ശിർ, നല്ലോണം സന്തോഷം കൊണ്ടോ. വഖറ ഉയൂനൻ എന്നാണ് എൻ്റെ പറക്കിയത്. കണ്ണ് കുളിർത്തോ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചോ. ബിദാക മിൻക, നിങ്ങളെ വക്കൽ നിന്നുള്ള കണ്ണ് കുളിർത്തുകൊണ്ട് സന്തോഷത്തോടെ പണിയെടുത്തൊന്നും പേടിക്കണ്ട എന്ന് പറയുന്നു. വദഅഉതനി, എന്നെ നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. വസഅംത അന്നക നാസിഹി, എനിക്ക് വളരെ ഉപദേശം ചെയ്യുന്ന ഒരാളാണ്. മുത്താപ്പയല്ലേ, അപ്പോൾ കുടുംബം നിലക്കും തങ്ങളുടെ റഊഫുർ റഹീം എന്ന നിലക്കും അസീസുൻ അലീം ആലിത്തും എന്ന വസ്ഫല്ലെടുത്താടി നാസിഹാണ്. വലഖദ് സദഖത, അതിൽ നീ സത്യവാനുമാണ്, സത്യം തന്നെ. വകുന്ത സമ്മ അമീന, ആ വിഷയത്തിൽ നീ അമീനുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅവൽത ദീനൻ, ഒരു ദീനി എന്നിലേക്ക് അവതരിപ്പിച്ചു. ലാ മഹാലത ഇന്നഹു മിൻ ഖൈരി അദ്യാനിൽ ബരിയ, ലോകത്ത് നടക്കുന്ന ഒരുപാട് ദീനുകളുണ്ട്, അതിലെല്ലാം വെച്ച് എല്ലാ നിലക്കും ഉന്നതമായ ഒരു ദീനാണ് എന്നെനിക്ക് സംശയമില്ല, അത് ഉറപ്പിച്ചിരിക്കുന്നു.
പക്ഷെ ഇവിടെ എന്തല്ലോ ചില പ്രശ്നങ്ങളുണ്ട്. ലൗലൽ മലാമത്തു ഔ ഹദാറു മസബത്തിൻ, ഇതാ ആക്ഷേപങ്ങളുണ്ട്, അതുപോലെ തന്നെ ചീത്ത പറയുന്ന പേടിയുണ്ട്. അതല്ലെങ്കിൽ ഞാൻ എന്താക്കും, ഇതിനേക്കാണ് കുറച്ചും കൂടി വ്യക്തമാക്കിയിട്ട് എന്താക്കും, സഹകരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ മഹത്തുൽ മുസന്നിഫീങ്ങൾ പറയുന്നത് അബൂ താലിബിൻ്റെ ഒരു നയാണ്. ബാത്തിൽ തങ്ങളോടൊപ്പവും ലാഹിൽ ഓറെ വന്ന് കൈപിടിയാത്ത രീതിയിലുള്ള ഒരു തടസ്സം. അതുകൊണ്ടാണ് അബൂ താലിബിനെ പറ്റി സുഹൃന്നോ അല്ലെങ്കിൽ ഒന്ന് കുറ്റം പറയാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പം അതിൽ കൈയടച്ചിട്ട് കുത്തി പാരും മുസ്ലിക്കന്മാർ. വക്കീൽ അല്ല, മഹല്ലാത്തിലല്ല, ഖുറൈശികളെ പ്രധാനപ്പെട്ടവരെല്ലാം മഹല്ലാത്തിൽ ഖദീജ ബീബി റളിയല്ലാഹു തആലാന്റെ ഖബറിൻ്റെ പിന്നാലുണ്ടെന്നില്ല, ആൾ കൊമ്പോട്ട് കിട്ടിയില്ല. അത് അബ്ദുൽ മുത്തലിബ്, ഒരു പച്ചച്ചെടി ഉണ്ടല്ലോ അവിടെ ഖദീജ ബീബിൻ്റെ പിന്നാമ്പുറത്ത്. ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ഇത് കുറേശ്ശികളായ വലിയ വലിയ നേതാക്കന്മാരെ ഖബറുണ്ട്. പക്ഷെ ഏത് ഖബർ ആരുതെന്ന് വ്യക്തമാകും. അത് നമ്മളെ നാട്ടിലും തിരിയുന്നില്ലല്ലോ. പ്രത്യേകം ബോർഡ് വെച്ചാൽ വായിക്കാന്നല്ലാതെ അല്ലാതെ വേറെയുണ്ട്. പ്രൈവറ്റ് ഖബർസ്ഥാനുണ്ട് ഓരോ കബീലക്കാർക്ക് അല്ലേ അസ്ലമ. ഇത് പൊതു തന്നെ ഉണ്ട് ഖാസ്. ആ ഖദീജ ബീബിൻ്റെ ആ ഭാഗത്തേക്ക് പൊതു മറ ചെയ്യലില്ലല്ലോ. ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ കിബില കാബ ഇങ്ങനെ ഉണ്ടാൽ കാബത്തിൻ്റെ ഇങ്ങോട്ടേക്ക് അതിലൂടെ അല്ലേ വണ്ടി കയറുന്നു. അവിടെ അവരുടേന്ന് ഇവിടുത്തില്ലേ ഹെറാ ഗുഹയിലേക്ക് പോകുന്ന വഴിക്കുണ്ടല്ലോ ഒരു ഖബർസ്ഥാൻ. അതെന്നെയത് ഇനി ഇവിടെ പറയുന്നത് എന്താണ്, അബൂ താലിബിൻ്റെ ഒരു നയാനത്. ഇനിയിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും എന്ന് പറയുന്ന സ്ഥാനത്ത് വേറെന്തെങ്കിലും പറഞ്ഞൂടെ? പൊന്നും പള്ളി നന്നാൽ എന്ന് പറഞ്ഞാൽ മതിയില്ലേ? ഇത് സൂര്യനും ചന്ദ്രനും എടുത്ത് വെച്ചു. അത് തന്നെ വലത്തെ കൈയിൽ സൂര്യനായി ഇടത്തെ കൈ ചന്ദ്രനായി, അതിങ്ങനെ ആയിക്കൂടെ? ചോദ്യം മനസ്സിലായില്ല? അതിൻ്റെ ഒരു മറുപടി പറയുന്നത് വഹിക്കുമത്തു തഖ്സീസിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശംസ വൽ ഖമറ ബിദ്ദിക്ർ. സൂര്യനെയും ചന്ദ്രനെയും ഇവിടെ പറഞ്ഞു. ഒന്ന് വജഅല ശംസ ഫിൽ യമീനി വൽ ഖമറ ഫിൽ യസാർ. അത് സൂര്യൻ വലത്തെ കൈയിലും ചന്ദ്രൻ ഇടത്തെ കൈയിലും ആക്കി. അത് ഹിക്മത്ത് ലാ തഖ്ഫ, അത് അജ്ഞാതമല്ല, എല്ലാവർക്കും അറിയാം. എന്നാലും പറയുന്നത് ലിഅന്ന ശംസ അന്നയ്യിറുൽ ആളം, സൂര്യൻ എന്നുള്ളത് ഏറ്റവും പ്രകാശം കൂടിയ സാധനമാണ്. സൂര്യൻ കഴിഞ്ഞിട്ടല്ലേ ചന്ദ്രന്, അതിനുശേഷമല്ലേ നക്ഷത്രാദികളെ പ്രകാശങ്ങളെ. സൂര്യന് അല്പോദിച്ചാലുണ്ടാകുന്ന പ്രകാശം നക്ഷത്രം ഒരുപാട് കൂടിയാൽ അത്രത്തോളം വെളിച്ചം കിട്ടുന്നില്ലല്ലോ. നമ്മൾ പണ്ടുകൊണ്ടില്ലേ ഉപരിലോകത്തിലുള്ള ആകെ പ്രകാശങ്ങളുടെ മസ്തർ എന്തെന്നാ? ഒന്ന് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, പിന്നെ ഇടിമിന്നുണ്ടാകുന്ന അവസരത്തിലുണ്ടാവും ഒരു പ്രകാശം. അത് നിലനിൽക്കൂല, അത് മിന്നിട്ട് പോയി. അപ്പോൾ അതാണ് വലിയൊരു സുൽത്താന്, പ്രകാശത്തിൻ്റെ ഒരു രാജാവാണ്. അതുകൊണ്ട് വലിയ മീനു അല്യക്കുമിഹി, അതുകൊണ്ട് ബലത്തെ കൈ അതിനോട്, ബലത്തെ കൈയാണല്ലോ ഇടത്തേതിനെ അപേക്ഷിച്ച് വലുത്. പിന്നെ വൽ ഖമറുൻ നയ്യിറുൽ മംഹു, ഈ സൂര്യൻ്റെ പ്രകാശം കിട്ടിയിട്ടില്ലെങ്കിൽ ചന്ദ്രന് പ്രകാശം ഇല്ല. സൂര്യൻ്റെ വക്കൽ നിന്ന് പിടിച്ചെടുക്കുന്ന പ്രകാശമേ ആയിരിക്കുള്ളൂ, ചന്ദ്രനുള്ളൂ. അപ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ ഇങ്ങനെ കറക്കത്തിൻ്റെ ഇടയിൽ ഭൂമി ഇടയിൽ വന്നാൽ എന്താക്കും? ചന്ദ്രഗ്രഹണം പകും. എന്നാൽ ചന്ദ്രഗ്രഹണം നല്ല വലിയൊരു പാമ്പ് വന്നിട്ട് കൊത്തി തിന്നലും ബുധങ്ങലും പിന്നീട് തൂരലൊന്നുമല്ല. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള വെപ്പ്. അത് വിശ്വസിച്ചോളണമെന്ന് പറയും. പക്ഷേ ഈ കാലത്തെ ആളുണ്ടോങ്കം ഈ ഭൂമി ഇങ്ങനെ ഇതെല്ലാം കൂടി ചുറ്റിക്കൊണ്ടിരിക്കുന്ന പക്ഷേ ഒരു പോയിന്റിൽ എത്തിയാലും എന്താകും?
ചന്ദ്രൻ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെയും ഇതിൻ്റെ ഇടയിൽ ഭൂമി ഇടയിലും അന്നേരം ഇതിൻ്റെ പ്രകാശം പോയി. അത് ഭാഗികമായിട്ടും ആകാം, ഫുള്ളായിട്ടും ആകാം. എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് പണ്ട് ഞാൻ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മതി ചെയ്യും. മുസ്ലിത്ത് പറഞ്ഞ് ഞാൻ പഞ്ചായത്ത് വേളോറി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് രാഷ്ട്രീയക്കാരും എല്ലാം കരമാറ്റി ഇരുന്ന് ഏത് പഞ്ചായത്ത് പറയും എന്താ പറയാന്ന് നോക്കുമ്പോൾ ഇലക്ഷൻ്റെ ടൈം അത് നിങ്ങളുണ്ടാണ്. പഞ്ചാന്ന് പറഞ്ഞാൽ 5. അപ്പോൾ എന്താണ് റിവായത്ത്, ദിറായത്ത്, ഇനായത്ത്, ഹിദായത്ത്, വിലായത്ത് ഇനിയുണ്ട് പറയാൻ. ഇനായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കൊന്ന് ഹക്കിലേക്ക് നീങ്ങണം എന്നുള്ള ഒരു ബോധം ഇവൻ്റെ കൽബിലേക്ക് ഉണ്ടാകുന്നു. എന്നിട്ട് ആലിമ്യങ്ങളോട് ചോദിച്ചിട്ട് ഇതിൻ്റെ ഇസ്ലാമിൻ്റെ തത്വങ്ങൾ ഖുർആനായിട്ടും ഹദീസായിട്ടും എന്താക്കുക, റിവായത്ത് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ അല്ലേ. പിന്നെ ദിറായത്ത് അത് പഠിച്ച് മനസ്സിലാക്കുക. അപ്പോൾ 3 ആയത്തുകളെ കഴിഞ്ഞ് എന്നിട്ടോ പിന്നെ വിലായത്ത് കിട്ടി. വിലായത്ത് കിട്ടിയിട്ട് പിന്നെ വിലായത്ത് പോയി ഓന് വലിയായി. നബൂവത്ത് കിട്ടണ്ടേ? നബൂവത്ത് കിട്ടൂല. അതാണ് മംഹൂബ് വൽ യസാറു അൽ യഖ്ബിഹി. അപ്പോൾ ഇടത്തേക്ക് അതിന് വിട്ടു. ഇനി എന്താക്കണം? ഹസൻ നയ്യിറൈനി, സൂര്യനെയും ചന്ദ്രനെയും കൂടെ കൂട്ടിയിട്ടെന്ന് പറയും നയ്യിറൈനി, പ്രകാശിക്കുന്ന 2 വസ്തുക്കൾ എന്ന് പറയും. അതിന് ഹൈസു ദറബൽ മസല ബിഹിമ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ ഇവിടെ എടുത്തത്. അതല്ലേ അന്നല്ലദീ ജാഅ ബിഹി നൂറുൻ, തങ്ങൾ കൊണ്ടുവന്ന വിശ്വാസം, ആദർശം എല്ലാം 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 തങ്ങൾ തന്നെയും നൂറാണ്. അപ്പം നൂറിൻ്റെ നൂറ്. قال الله سبحانه وتعالى يريدون أن يطفئوا نور الله بأفواههم, അവരുടെ വായ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ നൂറ് കെടുത്തിക്കളയാം എന്നവർ ആഗ്രഹിക്കുന്നു. പക്ഷേ വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു, നൂറ് അതിൻ്റെ പ്രകാശം പൂർത്തിയാക്കിയേ അടങ്ങുമെന്ന് അള്ളാഹു തആല. അള്ളാഹു തആലാക്ക് ഒരു വാശിയുണ്ട്. അപ്പം അതാണ് നൂറുമായിട്ട് തങ്ങൾക്ക് ബന്ധമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഫലമ്മ അൻ അറഫത്ത് ഖുറൈശുൻ, ഖുറൈശികൾക്ക് മനസ്സിലായി അന്ന അബാ താലിബിൻ ഗൈറു ഖാദിലിൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിയിക്കൂല, പൂർവോപരി സഹായിക്കാനായി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് അല്ലേ. മശഉ ഇലൈഹി ബി ഉമാറത്ത് ബിൻ വലീദ് ബിൻ മുഗീറ എന്ന്. ഉമാറത്ത് എന്ന് പറഞ്ഞാൽ വലീദിൻ്റെ മകൻ, വലീദിൻ്റെ ഉപ്പയാര് മുഗീറ. ആ ഉമാറത്തിനായിട്ട് കുട്ടിയുടെ അടുത്തേക്ക് വന്ന് അബൂ താലിബിൻ്റെ അടുക്കിലേക്ക് വന്നു. ഫഖാലു ലഹു, അബൂ താലിബിനോട് പറഞ്ഞു, അബാ താലിബ് ഹദാ ഉമാറത്ത് ബിൻ വലീദ്, അതാ അൻഹദു അശദ്ദു വഅഖ്വാ ഫതൻ ഫീ ഖുറൈശ് വഅജ്മൽ, നല്ല ആരോഗ്യവാനും ശരീരപുഷ്ടിയും എല്ലാം നമ്മൾ പറയാം അർക്കത്തും ബർക്കത്തുള്ള ആരാന്ന് ഒരു കുട്ടിയാണ്. അതുപോലെ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞിനങ്ങ് പിടിച്ചോ, മുഹമ്മദിന് തന്നേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖുദുഹു ലക വലദൻ ബിഅൻ തമന്നാഹു, നിങ്ങൾ പോറ്റുപുത്രനായിട്ട് വളർത്തിക്കോ. വഅസ്ലിം ഇലൈനാ ഇബ്ന അഖീക്, നിങ്ങൾ സഹോദരൻ്റെ മോനെങ്കിൽ വിട്ടു തരണം, ഇതിന് നമുക്ക് കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അബൂ താലിബ് തീരെ ബുദ്ധിയില്ലേ, നിങ്ങൾ ആരോ പ്രസവിച്ച ആരോ മോനെ ഞാൻ പോറ്റണം അല്ലേ, എൻ്റെ സഹോദരൻ മുന്നാരി എന്താ കണക്ക് കൊല്ലാൻ തരികയും വേണം. ഇതാരാ സമ്മതിക്കുക? നിങ്ങൾ പോറ്റിക്കോ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു ഒരു ടീച്ചുണ്ട് ഇതല്ലേ. അപ്പോൾ അബൂ താലിബ് വലിയ പൊട്ടനാന്നായി ഇവർ മനസ്സിലാക്കിയതേ. പിന്നെ എന്താ ഹാദല്ലദീ ഖാലഫ ദീനഹു വദീന ആബായിക് വഫറഖ ജമാഅത ഖൗമിക് വസഫഹ അലാമഹും ഫനഖതുലഹു. ഇവിടെ നമ്മൾ ആരാധിച്ചു വന്നിരുന്ന എന്താ ആലിഹത്തിന ഇലാഹല്ല എന്ന് പറഞ്ഞു, കല്ലും മണ്ണും കുറേ പേരിട്ടിട്ട്
അതുപോലെ തന്നെ ഇവിടെ നടന്നു വന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ എന്താക്കി എതിരായിട്ട് പറഞ്ഞു. കൗമിയങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുനക്കുത്തുലഹു, കൊല്ലാൻ വേണ്ടി പകരം കുഞ്ഞിനെ പിടിച്ചോന്നാണ്. കാലലഹും അബൂ താലിബ് എന്ത് പറഞ്ഞ്, ബീസമാ തസോമൂലനി, നിങ്ങൾ എന്നോട് ഈ ബലപേശുന്നില്ലല്ലോ. എന്നത് ഒരു കച്ചവടം നടത്തുമ്പോൾ ഇത് തരാ, അത് അല്ലേ, അത് മോശമായൊരു കച്ചവടം. എന്തെന്ന് അത്തോണത്തോനി ഇബിനക്കും പിന്നെ അഹ്റുഹു ലക്കും, നിങ്ങളെ ഈ മോനെ എനിക്ക് തന്നിട്ട് ഞാനവന് കെട്ടിപ്പോറ്റണം അല്ലേ. വഴത്തിയേക്കും ഇവന് എൻ്റെ മോനെ എനിക്ക് തന്നിട്ട് തക്തുനെ കൊല്ലിയും പോകണം. ഇതെന്ത് ന്യായം? ഇതാരാ സമ്മതിക്കുക? ഹാദാ വല്ലാഹി ലാ യകൂനു അബദാ, ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. എന്നിട്ട് മുപ്പത് ഒരു ഉദാഹരണം ചോദിക്കുന്നു. അറഅയ്തും നാകതൻ തഹിന്നു ഇലാ ഗൈരി ഫസീലിഹ, ഒരൊട്ടകം അതിൻ്റെ കുട്ടിയല്ലാത്ത മറ്റൊന്നിലേക്ക് അതിൻ്റെ ആഗ്രഹം ജനിക്കുമോ? സ്വന്തം കുട്ടിയോടൊരു കൂറുണ്ടല്ലോ. ഫഖാല മുത്തഇമിബ്നു അദിയ്യ് പറയുന്നു, നാട്ടുകാർ പറഞ്ഞ നല്ല ന്യായമല്ലേ, കുഞ്ഞിക്ക് കുഞ്ഞിയില്ലേ, കുഞ്ഞിനെ കിട്ടിയില്ലേ. പണ്ട് മുസ്ലിം പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞു കേട് വളർന്നില്ലാത്ത പള്ളി എന്തിനാ പൊളിക്കുന്നത്, പൊളിക്കാൻ പാടില്ല എന്നിട്ട് ഞാൻ പിന്തിരിഞ്ഞ്. ഞാൻ നിങ്ങൾക്ക് സഹകരിക്കുകയും ഞങ്ങൾക്ക് കുറ്റടിക്കാനും വരുന്നില്ല, ഒന്നുമില്ല, കട്ടറപ്പുള്ള പള്ളി. ചിരട്ടക്കര് പറയുന്നത് എന്താന്ന്, ഇത് ആളെ തലയിൽ വീഴാൻ പോകുന്നുണ്ട്, അവിടെ അപകടകരമാണ്, അതാണ് അല്ലേ. വലിയൊരു എഞ്ചിനീയർ വന്നിട്ട് മുഴുവൻ ചെക്കപ്പ് നടത്തിയിട്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് 100 കൊല്ലത്തേക്ക് യാതൊരു കേടുമില്ല, അത്രമാത്രം ഇത് ഭംഗി. ഞാൻ ഇംഗ്ലീഷിൽ അറബിക്ക് വായിച്ചോളൂ. ഞാനാണ് ചിരട്ടക്കര് പറയുന്നത്, നീ വായിച്ചു തീർന്നപാട് ഇത് തകർന്ന് പോകാൻ പോകുന്നുണ്ട്, അത് പൊളിച്ചെടുത്തേ പറ്റൂ. ഇതിന് അയാൾ ചിരട്ടക്കരിയായ കാലത്ത് പള്ളി നവീകരിച്ചു എന്നുള്ള പേരടിക്കാൻ ഒരാവശ്യമില്ല. അതിൻ്റെ പണത്തരം കണ്ടിട്ട് അറബി വരുന്നത് വാ അജബാ അയ്യു നജ്ജാർ, ഇത്തരം കൊത്തുപണികൾ ഇതൊക്കെ ഉണ്ടാക്കി ആശാരി എന്തൊരു വിദഗ്ധനാണ്, ആരാണ് അയാൾ? വേണ്ട, ഇതാണിത്, ഇത് പൊളിച്ച് എന്നിട്ട് വേറെ മുസ്ലിംകാരുടെ മസാലയ്ക്ക് പറഞ്ഞു പള്ളിക്ക് പള്ളി എടുക്കുന്നില്ലേ. അപ്പം ഞാൻ പറഞ്ഞൊരു കുഞ്ഞിനെ പുറമെ ആദ്യത്തെ കുഞ്ഞിനെ കൊന്നൂടെ എന്ന് വേറെ പറഞ്ഞിട്ടല്ലമ്മോ. ഇതാ മുസ്ലിംകാരുടെ ന്യായം. പള്ളിക്ക് പള്ളി എടുക്കുന്നില്ല. അപ്പം ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശമ്പളം കൊടുക്കാണ്ട് പൊളിച്ചു. ഇവിടെ വലിയ ശമ്പളം കൊടുക്കണം, പാർസലിനെടുത്ത് മാറ്റിയിട്ട് കടലിൽ കൊണ്ടിടാൻ വേണ്ടി വലിയ ചിലവുണ്ട്, പണിക്കാർക്ക് കൂലി കൊടുക്കണം. അപ്പം ശമ്പളരഹിതമായി ബാബരി മസ്ജിദാണ് പൊളിച്ചത്. അതുപോലെ ലിപ്പിതുണ്ടായത് പണിയൊന്നുമില്ലേ. മുത്തഇബ് ഇബ്നു അദിയ്യ് ഈ മുസ്ലിയാർ പറഞ്ഞ മാതിരിയാണ്, കുഞ്ഞിക്ക് കുഞ്ഞിനെ തന്നില്ലേ. വല്ലാഹി യാ അബാ താലിബ് ലഖദ് അൻസഫക ഖൗമുക, നിന്റെ കൗം നിന്നോട് വളരെ നീതി പറഞ്ഞില്ലേ, ഞങ്ങൾ കൊല്ലും പകരം തരാന്നല്ലേ പറയുന്നു. വജഹദു അലാ തഖല്ലുസ് മിമ്മാ തക്റഹു, അപ്പം നിങ്ങൾക്ക് കുഞ്ഞിനെ കൊന്ന പകരുണ്ടാകുന്ന വെറുപ്പിനുണ്ടാക്കി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പകരം ഒരു കുഞ്ഞിനെ നമുക്ക് തന്നില്ലെന്ന് എന്നാലോചിച്ച് കേട്ടെ. അപ്പം നിങ്ങളെന്താണെന്നറിയോ, ഖുറൈശികൾ പറയുന്ന ഒന്നും സ്വീകരിക്കൂല എന്നുള്ളൊരു ദുർവാശി കാണിക്കും പോലെയാണ് അബൂ താലിബ് കാണിക്കുന്നത്. ഫഖാല ലഹു, അബൂ താലിബ് പറഞ്ഞു, വല്ലാഹി മാ അൻസഫൂനി, ഈ പറഞ്ഞ വാക്കിൽ ഒരു നീതിയുമില്ല. അതെ, വലാകിൻ ഖദ് അജ്മഅത ഐ ഖസത്ത ഖിദ്ലാനി, എനിക്ക് നീ എതിര് പറയണമെന്നേ നിന്റെ ഉദ്ദേശത്തിലുള്ളൂ. വ മുലാഹറത്തിൽ ഖൗമി, അതുപോലെ കൗമിനോട് സഹകരിക്കണം, കൗമിനൊപ്പിച്ചെന്താക്കണം, എനിക്കെതിരായിട്ട് സംസാരിക്കണം, ഇതാണ് നിങ്ങൾ ലക്ഷ്യം. അതുകൊണ്ട് ഫസന മാ ബദാലക, നിനക്ക് തോന്നിയ എന്താ നീ വിചാരിച്ചത് ചെയ്തോ, ഞാനിവിടെ. ഇനി ഈ ഉമാറത്തുമ്പിന് വലിയ ധാരാന്നാ പറയുന്നത്. ഉമാറത്തും അത് മുമ്പ് ചില സംഭവങ്ങൾ ഇടയ്ക്കിടെ സൂചിപ്പിക്കും. ഇയാൾ കത് മാത്ത അലാ കുഫരിഹി ബി അർദിൽ ഹബശ, ഹബശയിൽ
കുഫറിൻ്റെ മേലിലായിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. എപ്പോൾ ബഅദ അൻ സുഹിറ, അദ്ദേഹത്തിന് സിഹർ ബാധിച്ചു. വതവഹശ എന്ന മനുഷ്യ സ്വഭാവം എല്ലാം മാറി. സിഹർ തട്ടിയിട്ട് മനുഷ്യ സ്വഭാവം, അതായത് കാട്ടുമൃഗത്തിൻ്റെ സ്വഭാവം, സൂറത്ത് മനുഷ്യൻ. വസാറ ഫിൽ ബറാരി വൽ ഖിഫാർ, അങ്ങനെ എന്തായി നാടുകളിലും കാടുകളിലുമായിട്ട് ഇങ്ങനെ തെണ്ടി നടന്നിട്ട് അവസാനം അവിടെ മരണപ്പെട്ടു. ഇനിയോ ഈ പറഞ്ഞ മുത്തലിമുണ്ടല്ലോ, അത് അവമാത്തൽ മുത്തലിമിബിൻ അദിയിൻ അലാ കുഫ്രി ആയതന്നെ, അയാൾ കുഫർമ തന്നെയാണ് മരണപ്പെട്ടത്. അത് അടുക്കുന്നത് സൂചിപ്പിച്ചത്. ഫൈന്ദ അദമി കബൂലി അബീ താലിബ്, അബൂ താലിബ് സ്വീകരിക്കൂല എന്ന് കണ്ടല്ലോ. ഇസ്തദല്ല, കാര്യം കടുപ്പമായി. വലമ്മാ റഅ അബൂ താലിബിൻ മിൻ ഖുറൈശിൻ, ഖുറൈശികളുടെ വക്കൽ നിന്ന് അബൂ താലിബിന് തിരിയുന്നുണ്ട്. മാ റഅ, ഇനിയിപ്പോൾ കടുപ്പം കൂടുതലാണ്. ദഅ ബനി ഹാഷിം വ ബനിൽ മുത്തലിബി, ഹാഷിമിൻ്റെ മക്കളെയും വിളിച്ചു, മുത്തലിബിൻ്റെ മക്കളെയും വിളിച്ചിട്ട് ഇലാ മാ ഹുവ അലൈഹി, അബൂ താലിബിൻ്റെ കൂടെ കൂടാൻ വിളിച്ചു. റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖിയാമി ദൂനഹു, തങ്ങൾക്ക് വേണ്ടി സഹകരിച്ച് നിൽക്കാൻ വേണ്ടി. കാരണം അടുത്ത ബന്ധുക്കളാരാണ്? ബനു ഹാഷിം. ഹാഷിമിൻ്റെ മക്കളല്ലേ ആര്? അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളുണ്ട്, പേരമക്കളുണ്ട്, എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഹാഷിമിൻ്റെയും മുത്തലിബിൻ്റെ മറ്റോറ് മറുവശത്തല്ലേ ഉള്ളു. അബ്ദുൽ ഷംസും നൗഫലും മറുവശത്താണല്ലോ, ഓർക്കും വിളിച്ചിട്ട് കാര്യമില്ലല്ല. അങ്ങനെ അജാബൂഹു ഇലാ ദാലിക്, ഇവരെല്ലാം അബൂ താലിബ് പറഞ്ഞ പോലെ അനുസരിച്ചു. ഗൈറ അബീ ലഹബ് മാത്രം കൂടിയില്ല. അബൂ ലഹബ് ആരാന്ന്? ബനു ഹാഷിമിൽപ്പെട്ട ആളാണ്, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട വലിയ ആളാകേണ്ടതാണ്. പക്ഷെ തങ്ങളോട് കൂറില്ലാത്ത കൊണ്ടെന്തായി പോയി. ഫകാന മിനൽ മുജാഹിദീന ബിദ്ദുൽമി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾക്ക് ദുൽമ് കൊണ്ട് പരസ്യപ്പെടുത്തി. വലികുല്ലി മൻ ആമന ബിഹി, തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർക്കും ശത്രുതയെ കൊണ്ടെന്താക്കി പരസ്യപ്പെടുത്തി. വതവാലൽ അദാ മിൻ ഖുറൈശിൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മൻ അസ്ലമ മഅഹു, അവിടെ നിന്നങ്ങോട്ട് നിരന്തരം ബുദ്ധിമുട്ടാക്കലും ശല്യം ചെയ്യലും അദാബെടുക്കലുമാണ് തങ്ങളോടും മുസ്ലിമായ എല്ലാവരോടും. ഇനി അതോരോന്ന് എണ്ണി 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 പറയുന്ന എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യമുണ്ട്. എന്ത് ബുദ്ധിമുട്ടാക്കി, എന്താണ് ഇവിടെ സംഭവം ഉണ്ടായത് എന്ന് പറഞ്ഞ ഒരു ചോദ്യം വരല്ലോ. ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഫമിമ്മാ വക, അവിടെയാണ് പാവ് കൊടുക്കുന്നത്. ഫമിമ്മാ വക റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അദിയതി മാ ഹദ്ദസ ബിഹി അംഹുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഖാല കുന്തു യൗമൻ ഫിൽ മസ്ജിദി, ഞാൻ ഒരു ദിവസം അൽ മസ്ജിദ്, ഏതാ മസ്ജിദുൽ ഹറാം. ഫഅഖബല അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി വന്ന് ഫഖാല, ഓൻ പറയുന്നു ലില്ലാഹി അലയ്യ ഇൻ റഅയ്തു മുഹമ്മദൻ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം സാജിദൻ അൻ അതഅ ഉനുഖഹു, ഞാൻ അല്ലാഹുവോട് കരാറ് ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം, ഓൻ സലാത്ത് ചെല്ലില്ലെങ്കിൽ നമ്മൾ സലാത്ത് ചെല്ലൽ കടമയുണ്ട്. ഇവിടെ സുജൂദ് ചെയ്ത് ഞാൻ കണ്ടെങ്കിൽ ഞാൻ എന്താക്കും? പെരടിക്ക് ചവിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഫഖറജ്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളിലേക്ക് പോയി. അബ്ബാസ പറയും തങ്ങൾക്ക് വിവരം കൊടുക്കാൻ. ഇത് അബൂ ജഹൽ ഇങ്ങനെ അവർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, തങ്ങളതിന് പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാനായിരിക്കും. ഫഅഖ്ബർതുഹു ബിഖൗലി, അബീ ജഹൽ പറഞ്ഞ വാക്ക്. ഫഖറജ ഖളുബാൻ ഹത്താ ദഖലൽ മസ്ജിദ, തങ്ങളെ തട്ടി പള്ളിയിലേക്ക് കയറി. അങ്ങനെ ചവിട്ടുന്ന കാണട്ടെ. ഫഅജ്ജല അൻ യദ്ഖുല മിനൽ ബാബ്, വാതിൽ കൂടി കയറുന്നതിന് സ്പീഡ് കൂട്ടി. ഇതിനെ പുറത്ത് നിന്നിട്ട് ശങ്കിച്ചൊന്നും വേണ്ട, പേടിച്ചിട്ടൊന്നുമല്ല. ഫഖതഹമ മിനൽ ഹായിത്തി, അങ്ങനെ ചുമരിലെ കൂടെ എന്താക്കി ചാടിക്കണം. ചെറിയ ചുമരുണ്ടെങ്കിൽ വാതിൽ കിടക്കാൻ നിൽക്കണ്ട. വഖറഅ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, അവിടെ തുടങ്ങിയിട്ട് ഇലാ അൻ ബലഗ ആഖിറ സൂറ, സൂറത്തിൻ്റെ അവസാനം വരെ എത്തി.
അപ്പം സജദ എന്തിനാ സുജൂദ്? വസ്ജുദ് വഖത്തരീബുണ്ടല്ലോ, സുജൂദുണ്ടല്ലോ അവിടെ, തിലാവത്തിൻ്റെ സുജൂദ്. ഫഖാല ഇൻസാനോട് അബൂജഹലിനോട് വെച്ച് പറഞ്ഞ് അത് ആ സുജൂദിലെത്തിയിട്ടുണ്ട്, വേഗം കൂടെ ചുമട്ടാൻ. യാ അബൽ ഹക്കം അവരെ ബഹുമാനിച്ചാണ് വിളിച്ചത്. ഹാദാ മുഹമ്മദുൻ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം ഖദ് സജദ ഫഅഖബിൽ ഇലൈഹി. ഉടനെ അവിടത്തേക്ക് പോട്. സുമ്മ നകസറാജ് പോയിട്ട് എന്താക്കുന്നുണ്ട്, പിന്നോട്ടോടുത്തു പേടിച്ച്. ഫഖീല ലഹു ഫീ ദാലിക, എന്താണ് നീ പറഞ്ഞ വാക്ക് പാലിക്കാത്ത, എന്തിവിടെ സംഭവിച്ചു? ഫഖാല അബൂജഹൽ പറയുന്ന അലാ തറൗന മാ അറ, ഞാൻ കാണുന്നത് നിങ്ങൾ കാണൂല, ഇവിടെ മറന്ന് കാണുന്നുണ്ട്. എന്താ അത്? വഫീ റിവായത്ത് റഅയ്തു ബൈനി വബൈനഹു ഖന്ദകം മിൻ നാർ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയിലും എൻ്റെ ഇടയിലും തീരാനുള്ള വലിയൊരു ചാല്. ഇവിടെ നിന്ന് കൊണ്ട് പോയാൽ ഞാൻ വെണ്ണീലാവലാണ്ടാകല്. അതവനെ കാണുന്നുണ്ട്. ഇനി വസയഅതി, അടുത്ത് പറയുന്നുണ്ട്, അന്ന ഖൗലഹു തആല അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ. അറഅയ്തല്ലദീ യൻഹാ, അപ്പോൾ അല്ലദീ ആരാന്ന്? അബൂജഹൽ. അബ്ദൻ എന്ന് പറഞ്ഞതാര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്ന തടഞ്ഞ ഒരു അബൂജഹൽ നിങ്ങളെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആയത്ത് ആരുടെ വിഷയത്തിലാണ്? നസല ഫീ അബീ ജഹലിൻ്റെ വിഷയത്തിലാണ് അത് അവതരിച്ചത് എന്ന് ശേഷം പറഞ്ഞു. അപ്പം ഒന്ന് കഴിഞ്ഞു. വമിൻ ദാലിക, രണ്ടാമത്തത്, മാ ഹദ്ദസ ബിഹി ബഅദുഹും ഖാല ദക്കറു ബുക്ര ലനാ അന്ന അബാ ജഹലിൻ ഖാല യൗമൻ ലിഖുറൈശിൻ. അബൂ ജഹൽ ഖുറൈശികളോട് ഒരു ദിവസം പറഞ്ഞ്, ഇന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അതാ ഇലാ മാ തറൗന മിൻ ഐബി ദീനികും വശത്മി ആലിഹതികും വതസ്ബീഹി അഹ്ലാമികും വസബ്ബി ആബായികും. അവർ പരസ്പരം പറയുന്നു. അബൂജഹൽ അവരോട് പറയുന്നു, ദാ മുഹമ്മദിനെ കണ്ടില്ലേ, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലിം, ദാ നിങ്ങൾ കാണുന്ന ഒരു സംഗതി കൊണ്ടുവന്ന്, എന്താ, നിങ്ങൾ ദീൻ ശരിയില്ല, ആലിഹത്തിനെ കുറ്റപ്പെടുത്തി, നിങ്ങൾക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞു, ആബായിനെല്ലാം ചീത്ത വിളിച്ച്, അതുകൊണ്ട് ഇനി ഇതിന് പരിഹാരം കാണണം. വ ഇന്നി വആഹിദുല്ലാഹ ലിയജ്ലിസ ലഹു ഐ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹജരിൻ ലാ ഉത്ലിഖു ഹംലഹു. എനിക്ക് എടുത്താ പൊന്താത്ത വലിയൊരു കല്ല് ഞാൻ എടുക്കും. എന്നിട്ടെന്താക്കും? മുഹമ്മദിനെ കാത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൈദാ സജദ ഫീ സ്വലാത്തിഹി, നമസ്കാരത്തിൽ സുജൂദ് ചെയ്ത ദല്ലഖ്തു ബിഹി റഅസു, ആ കല്ല് കുട്ടക്കലെടുത്ത് തലയിലിട്ടിട്ട് തല ചിന്ന ഭിന്നമാക്കുന്ന, അത് ഇവരോട് ആദ്യം പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഫാസ്ലിമോൻ ഇൻദാലിക്, ആ സമയത്ത് നിങ്ങൾ എന്നെ സ്വതന്ത്രമായി വിടണം, നിങ്ങൾ തടുക്കാൻ പാടില്ല. മറ്റുള്ള ആൾ മാനുഷിക മൂല്യം കണക്കിലെടുത്തിട്ട് അങ്ങനെ അതൊന്നും ഇവിടെ പറയാൻ പാടില്ല. നിങ്ങൾ സഹകരിക്കുക. അബിന്നഊനി, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തടഞ്ഞു വെച്ചോ. ബനു അബ്ദു മനാഫ്, അപ്പം എന്താക്കും? അബ്ദു മനാഫ് എന്താക്കും? നമ്മളോട് പ്രതികരിക്കൂലേ, പകരം ചോദിക്കും. അതുകൊണ്ട് മാ ബദാലഹും, അവർക്ക് വിചാരിച്ച് ചെയ്തോട്ടെ, ഒരു വീരപ്രഖ്യാപനം. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, വല്ലാഹി ലാ നുസല്ലിമുക ലിശൈഇൻ അബദാ ഫംദ് മാ തുരീദു. അത് തടയാനോ നിരോധിക്കാനോ നമ്മ വരൂല, നീ വിചാരിച്ച കാര്യം ചെയ്തോളൂ. ഫലമ്മാ അസ്ബഹ അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, രാവിലെ അഖദ ഹജറൻ കമാ വസഫ, മുമ്പ് പറഞ്ഞില്ലേ, എനിക്കെടുത്താൽ പൊന്താത്ത അത്രയും ഭാരമേറിയ ഒരു കല്ല് ഞാൻ എടുക്കും. സുമ്മ ജലസ ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കാത്തിട്ട് യന്തളിറുഹു, കാത്തുന്നുണ്ട്. വഗദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി കമാ കാന യദു ഇല സ്വലാത്തി, നമസ്കരിക്കാൻ വേണ്ടി സാധാരണ പള്ളിയിലേക്ക് എത്തുന്നത് പോലെ തങ്ങളെത്തി. വകാന യുസല്ലി ബൈന റുക്നിൽ യമാനി വൽ ഹജറിൽ അസ്വദ്, രണ്ട് റുക്നി കഅബത്തിന്റെ അർറുക്ൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഹജറുൽ അസ്വദുള്ള തവാഫ് തുടങ്ങുന്ന ആ മൂല. അതിന് നേരെ ഓപ്പോസിറ്റ് കുത്തനെ കാണുന്ന ഏത്? റുക്നുൽ യമാനി. അത് കഞ്ഞിമൂലയാണ്ട് ആടാന്നൊന്നും പറയുന്നും വേണ്ട, കാരണം കഞ്ഞിമൂല ശിർക്കാന്ന്, കഅബ എന്നുള്ളത് തൗഹീദാണ്.
അത് രണ്ടും കൂടി യോജിക്കില്ല. അത് ന്യായീകരിക്കാൻ വേണ്ടി മുസ്ലിയാർ എന്ത് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കില്ല. അപ്പോൾ ഇബ്രാഹിം നബി മുശ്രിക്കാന്ന് അവർക്കുണ്ടെന്ന് എന്തൊരു കുഫിരിയത്തായി ഇപ്പോൾ കൊണ്ടു നടക്കുന്നു. അവിടെ വിശ്വസിക്കും. ഇനി ഖുറൈശൻ ജുലൂസുൻ ഫി അന്ദിയതിഹിം, ഖുറൈശികൾ അവരുടെ സഭയിലിരുന്നിട്ടുണ്ട്. എന്താ യന്തനിറൂന മാ അബൂജഹൽ, അബൂജഹൽ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ഇവർ നോക്കി കാണാൻ വേണ്ടി സംഘടിച്ചിട്ടുണ്ട് അവിടെ. ഫലമ്മാ സജദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തമല അബൂജഹലിനിൽ ഹജർ. അതാ അബൂജഹൽ പോയിട്ട് കല്ലിങ്ങനെ ഏറ്റിക്കൊണ്ടിരുന്നു, വലിയ കനണ്ട്. സുമ്മ അക്ബല നഹ്വഹു, പിന്നെ തങ്ങളെ കൊള്ള മുന്നിട്ടിട്ട് ഹത്താ ഇദാ ദനാ മിൻഹു, അങ്ങോട്ടെടുത്തപ്പോൾ മുൻഹസിമൻ മുൻതഖിയൻ ലൗനുഹു എന്ന ആകെ പേടിച്ച് വിറച്ചിട്ട് അയാൾ കളറെല്ലാം മാറിയിരിക്കുന്നു. മുതഗയ്യിറൻ ബിസ്സുഫ്റതി മഅൽ ഖുദ്റതി മിനൽ ഫസഅ, പേടി കാരണത്താൽ അദ്ദേഹത്തിൻ്റെ അവൻ്റെ രക്തം തന്നെ എന്തായി മഞ്ഞ കലർന്നു പോയി, അതിൻ്റെ ചോപ്പ് പോയിട്ട്. കഥ അഭിഷത്ത് യഥാഹു അലാ ഹജരി, കല്ലിൻ്റെ മേലെ കൈ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഹത്താ ഖവഫഹു മിൻ യദിഹി ബഅദൻ ആലജു ഫഖഹു മിൻഹാ, അത് അടർത്തി മാറ്റാൻ വേണ്ടി ഒരുപാട് പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. കല്ല് താഴേക്ക് പോകാത്ത കൈ ഒട്ടിപ്പിടിച്ചു. എന്നിട്ടും ഫലം യഖ്ദിറു. വഖാമത്ത് ഇലൈഹി റിജാലും മിൻ ഖുറൈശ്, അപ്പോൾ ഖുറൈശികൾപ്പെട്ട കുറേ ആൾ വന്ന് വഖാലു മാലക യാ അബുൽ ഹകം, അബുൽ ഹക്കമേ നീ ഒരു പ്രതിജ്ഞ എടുത്തില്ലേ, എന്തായി? ഖാല ഖുംതു ഇലൈഹി ലിയഫ്അല മാ ഖുൽതു ലകുമുൽ ബാരിഹ, കഴിഞ്ഞ പ്രാവശ്യം ഇന്നത്തെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി എണീറ്റുന്ന്. ഫലമ്മാ ദനൗതു മിന്നു, ഞാനങ്ങോട്ട് അടുത്തപ്പോൾ അറള അലയ്യ ഫഹ്ലുൻ മിനൽ ഇബിൽ, ഒട്ടകത്തിൻ്റെ വലിയൊരു കൂറ്റൻ എന്നെ കൊള്ള വന്നിട്ടുണ്ട്. മാ റഅയ്തു മിസ്ലഹു ഖത്തു, അതുപോലെ വലിപ്പമുള്ളൊരു ഫഹലിനെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഹമ്മ അൻ യഖ്തുലനി, എന്നെ കൊല്ലാൻ വേണ്ടത് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ഫലമ്മാ ദക്കറ ദാലിക ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോട് ദുഃഖിത പറയപ്പെട്ടപ്പോൾ അതാരാന്ന്? ഖാൽ ദാലിക ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നതാണ്. ലൗ ദന, കുറച്ചും കൂടി അടുത്തെങ്കിൽ ലഅഖദഹു, അവരെ പിടികൂടും. وإلى ذلك أشار صاحب الحمزية, على صاحب الحمزية إمام بصري رضي الله تعالى عنه حمزية പറഞ്ഞത് بقوله وأبو جهل إذ رأى عنق الفاحل إليه كأنه العنقاء. ഈ സംഭവം എന്താ ഒറ്റ വാക്കിൽ ഒതുക്കി. അബൂ ജഹലി ഫഹിലിൻ്റെ ഉനക്കനെ കണ്ടു. ഉനക്കെന്ന് പറഞ്ഞാൽ കഴുത്ത്, ഫഹിലെന്ന് പറഞ്ഞാൽ വലിയ കൂറ്റൻ, അത് അങ്കായിനെ പോലെയുണ്ട്. എന്താ അങ്കാവ്? അങ്കാവ് എന്ന് പറഞ്ഞ സാധാരണ അറബികൾ പറയുന്ന ഒരു പക്ഷിനെ പറ്റിയാൽ പറയാം. ആ പക്ഷിൻ്റെ ഔസാഫ് അത് ലോകത്തുണ്ടായിട്ടില്ല പോലും. ആനപ്പുറത്തെല്ലാം കയറിയാൽ എന്താക്കുമ്പോൾ ഇങ്ങനെ കാലോണ്ട് ഇറക്കി പിടിച്ചിട്ട് ആന അങ്ങനെ പൊങ്ങുന്നു. അപ്പോൾ കയറിയുന്ന സാധനം പൊങ്ങാൻ കഴിയില്ല എന്ന് ശാസ്ത്രീയമായി പറയുന്നില്ല. ആനരാഞ്ചി പക്ഷി, പക്ഷെ പറച്ചലൊരു കളറുണ്ട്. അല്ല, അപ്പം ഈ മേശം ഞാൻ കയറി നിന്നിട്ട് എനിക്ക് മേശ പൊക്കാൻ കഴിയും. ആനൻ്റെ പുറത്തിങ്ങനെ പിടിക്കുക, എന്നിട്ട് അങ്ങനെ തന്നെ ആനയായിട്ട് പോവുക. ആളല്ലെങ്കിൽ കഴിയട്ടെ അതാടാ ആന പറക്കുന്ന പച്ചൻ്റെ തുടങ്ങി. അതെന്താക്കി ഒരു ഉപമയായി മാറി. അതെ, ആന പൊങ്ങൂലല്ലോ. പിന്നെ ആനരാഞ്ചി പക്ഷി അങ്കാവ് എന്ന് പറഞ്ഞ സാധനം അതൊരു ഉപമയായിട്ട് പറയലുണ്ട്. അങ്കാവ് വന്നതുപോലെ, അതായത് എത്രയും പെട്ടെന്ന് രാഞ്ചി കൊണ്ടുപോകാൻ വന്നു എന്നതിന് അർത്ഥമുള്ളൂ. അതേമാതിരി അബൂജഹലിനെ റാഞ്ചാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞത്. വഫീ റിവായത്തിൻ അന്ന അബൂ ജഹൽ ഖാല റഅയ്തു ബൈനി വബൈനഹു ഖന്ദകം മിൻ നാർ. ഒന്നാമത്തെ സംഭവത്തിൽ എന്താ വന്നത്? ഒരു തീൻ്റെ ഖന്ദക്ക് കണ്ടു.
വലാ മാനിഅ മിൻ വുജൂദിൽ അംറൈനി മഅൻ, അത് രണ്ടും ഉണ്ടാകുന്നതിനെതിരല്ലല്ലോ. വദകറൂ ഫീ സബബി നുസൂലി ഖൗലിഹി തആല, യാസീൻ സൂറത്തിലെ ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാരി ഫഹും മുഖ്മഹൂൻ, അവരുടെ കഴുത്തിൽ അഗ്ലാൽ, അഗ്ലാൻ ഗില്ല് എന്ന് പറഞ്ഞാൽ കേർത്തി കൊടുക്കുന്ന ചങ്ങല, അങ്ങനെ ചങ്ങലയാക്കിയിട്ടുണ്ട്. അവർ എന്താക്കി, ഇലൽ അദ്ഖാരി, ഇങ്ങനെ ചങ്ങല കിട്ടിട്ട് ഇങ്ങനെ ഇപ്പോൾ ഉള്ളത്, കൈക്കും ചങ്ങല ഇട്ട് കേർത്തിന് ചങ്ങല കിട്ടിട്ടാൽ ഉണ്ടാകി ഇങ്ങനെ ഉണ്ടാകില്ലേ. അതുകൊണ്ട് അവർ മുഖമഹിങ്ങളാണെന്നവർ, മുഖമഹിങ്ങൾ എന്ന് പറഞ്ഞാൽ റാഫിഊന റൂസഹും, അവരുടെ തലപൊന്തി, ലാ യസ്തതിഊന ഖഫ്ളഹാ, അത് താക്കാൻ കഴിയുന്നില്ല, അതിങ്ങനെ പിടിച്ച് കെട്ടിയാൽ ഇങ്ങോട്ട് താക്കാൻ കഴിയാത്ത രീതിയിൽ കുടുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അത് എന്താ മുഖ്മഹൂൻ എന്നതിൻ്റെ അസലെന്താ, അക്മഹ യുക്മിഹു, മാറിയാഫിയില് അക്മഹ യുക്മിഹു, ഇക്മ എന്ന് പറഞ്ഞിട്ടാണ് മുഖ്മഹ്. അതിന് ജമ്മാക്കിയാലോ മുഖ്മഹൂൻ, മുക്രമൂൻ എന്ന് പറയും പോലെ. മിൻ അക്മഹൽ ബഈറു റഅഫ റഅസഹു, ഈ ഒട്ടകങ്ങൾ വെള്ളം കുടിച്ചിട്ട് എന്താകും, ഇങ്ങനെ നോക്കലുണ്ട്. കോഴികളും കാക്കകളും വെള്ളം കുടിച്ചാൽ ആ രൂപമാണ് ഇതിലെ ഇതിൻ്റെ. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون, അവരുടെ മുമ്പിൽ ഞാൻ മറയാക്കിയിട്ടുണ്ട്, അവരുടെ പിന്നിലും മറയാക്കിയിട്ടുണ്ട്, മറ കൊണ്ട് അവർ ആകെ മൂടിയിട്ടുണ്ട്, അതുകൊണ്ട് അവർ നോക്കാൻ വിചാരിച്ച കാര്യം കാണൂല. ഈ ഇന്നൽ ആയത്തൽ ലൂല, ഒന്നാമത്തെ ആയത്ത് ഏത്, ഇന്നാ ജഅൽന, അത് നസലത്ത് ഫീ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹിന്റെ വിഷയത്തിലാണ് ഇറങ്ങിയത്. എന്തുകൊണ്ട്, ഫഇന്നഹു ലമ്മാ ഹമലൽ ഹജറ ലിയർദഹ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ എറിഞ്ഞു പൊട്ടിക്കാൻ വേണ്ടി കല്ല് വഹിച്ചല്ലോ. വറഫഅഹു, അത് പൊന്തിച്ചപ്പോൾ അസ്ബതത് യദാഹു ഇലാ ഉനുഖിഹി, അവൻ്റെ കൈ പിന്നെ ചാടാൻ കഴിയാത്ത രീതിയിൽ ആ പിടിച്ചേക്കി തന്നെ. വലസിക്കൽ ഹജറു ബിയദിഹി, കയ്യിൽ കല്ല് ഒട്ടിപ്പിടിക്കുകയും ചെയ്തു. ഫലമ്മ ആദ ഇലാ സുഹാബിഹി അഖ്ബറഹും, എന്നിട്ടോ തിരിച്ചു പോകുമ്പോഴാണ് ഇപ്പോൾ പറയുന്നത് അല്ലേ, ഫലം യഫുക്കുൽ ഹജറ മിൻ യദിഹി ഇല്ലാ ബഅദ തഅബിൻ ശദീദ, കല്ല് ഇളക്കി മാറ്റാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടതിന് ശേഷം മാത്രമേ സാധിച്ചുള്ളൂ. ഇനി അടുത്തായിട്ട് വജഅൽനാ മിൻ ബൈനി അയ്ദീഹിം സദ്ദ വൽ ആയത്തു സാനിയത്തു നസലത്ത് ഫീ ആഖിർ, പിന്നെ ലമ്മാ റആ ലമ്മാ വഖഅ ലി അബീ ജഹൽ, അബൂജഹലിന് പറ്റിയ കാര്യം കണ്ടില്ലേ, ഖാല അന ഉൽഖി ഹാദൽ ഹജറ അലൈഹി, എന്നാൽ പിന്നെ കല്ലിങ്ങി തന്നെ ഞാനിട്ടോളാം, കല്ലടത്തിയെടുത്തിട്ട് ഞാൻ ഇട്ടോളാം. ഫദഹബ ഇലൈഹി, അവിടത്തേക്ക് ചെന്നപ്പോൾ ഫലമ്മ ഖറുബ മിൻഹു അമിയ ബസറുഹു, അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഫജഅല യസ്മഉ സൗതഹു വലാ യറഹു, ശബ്ദം കേൾക്കും, കാരണം കാത് പോയിട്ടില്ലല്ല, ആളെ കാണുന്നൊന്നുമില്ല. അത് രണ്ടാമത്തിലാണ്. ഫറജഅ ഇലൈഹിം ഫഅഖ്ബറഹും ബിദാലിക, അവിടെ ചെന്നപ്പോൾ എനിക്ക് വഴിയും കാണുന്നില്ല കണ്ണും കാണുന്നില്ല, ആ രൂപത്തിലായി. അതാണ് തീർന്ന്. വഅനിൽ ഹകം ബിൻ അബിൽ ആസ് വഹു അബൂ മർവാൻ ബിനുൽ ഹകം, മർവാൻ ബിനുൽ ഹകമിൻ്റെ ആരാണ്, ഹക്കമിൻ്റെ മകനാണ് മർവാൻ, ഒരു രാജാവിൻ്റെ പേരല്ലേ, ഹകം ബിൻ അബില്ലാസ്. മർവാൻ അന്ന ഇബ്നതഹു ഖാലത് ലഹു, മകള് ഈ ഹക്കമിനോട് പറയുന്നു, മാ റഅയ്തു ഖൗമൻ കാനൂ അസ്വഅ റഅയൻ, നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത്, ഇത്ര തോറ്റൊരു കാഴ്ച ഞാൻ ദുനിയാവി കണ്ടിട്ടില്ല. അതായത് പെണ്ണുങ്ങൾ ഇവരെ കളിയാക്കിയെന്ന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ കണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിച്ചിട്ടും ആകുന്നില്ലല്ലോ. അപ്പോൾ ഇത്ര അഭിപ്രായക്കുറവുള്ള മനുഷ്യന്മാർ ഞാൻ കാണുന്നില്ല എന്ന് ഇളക്കി വിടുകയാണ്. പെണ്ണുങ്ങന്മാർ കളിയാക്കിയവർക്ക് വലിയതാന്നില്ല. അതുകൊണ്ടല്ലേ ഇതൊക്കെളത്തിൽ ഇതിൽ പറഞ്ഞില്ലേ, പെണ്ണുങ്ങന്മാർ അണിനിരത്തിയിട്ട് പാട്ട് പാടും, തോറ്റോടുന്നുണ്ടെങ്കിൽ കളിയാക്കുന്നു. അതെ, അതുപോലെ ഇത്രയും തോറ്റ ഒരു കക്ഷിയമ്മ കണ്ടിട്ടില്ല. ഫി ഹംദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മിങ്കും ഞാൻ ബനി ഉമയ്യ, ഉമയ്യത്തിൻ്റെ കുടുംബമേ.
ഫഖാല, അപ്പോൾ ഹക്കമ് പറഞ്ഞ് ലാ തലൂമിന യാ ബനിയ്യ, മോളെ നമ്മളെ വിമർശിക്കല്ല, മോളെ നമ്മ കുറ്റപ്പെടുത്തല്ല മോളെ. ഇന്നി ലാ ഉഹദ്ദിസുക ഇല്ലാ മാ റഅയ്തു, ഞാൻ കണ്ടതല്ലാണ്ട് എനിക്ക് പറയാൻ കഴിയൂലല്ലോ. ഞാൻ കണ്ടതല്ലാണ്ട് നിങ്ങളോട് പറയാൻ പറ്റൂലല്ലോ. ലഖദ് അജ്മഅന ലൈലത്തൻ അല ഇഖ്തിയാലിഹി, തന്ത്രപരമായിട്ട് കൊയ്തെടുക്കാൻ വേണ്ടി എന്താക്കി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നു തങ്ങളെ കൊയ്യാൻ. ഇഖ്തിയാൽ എന്ന് പറഞ്ഞാൽ കാരണം അറിയാതെ കണ്ട് ആര് കൊന്നു ആർക്കൊന്നും തിരിയില്ല. ഇത് കൊട്ടേഷൻ എല്ലാവർക്കും പോലെ തന്നെ. ഫലമ്മ റായിനാഹു യുസല്ലി ലൈലൻ, അങ്ങനെ ഒരു രാത്രി നമസ്കരിക്കുന്ന കണ്ടു. ജിഇനാഹു മിൻ ഖൽഫിഹി, ഞങ്ങൾ പിന്നിൽ നിന്ന് പോയി. ഫസമിഅനാ സൗതൻ, വലിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. വനീനൻ അന്നഹു മാ ബഖിയ ബിതിഹാമത്തി ജബൽ ഇല്ലാ തഫത്തത് അലൈനാ. കണ്ടോ, ആ ശബ്ദം കൊണ്ട് തിഹാമയിൽ ഒരു പർവ്വതമുണ്ടെങ്കിൽ അതെന്താക്കും, ഞെട്ടി വിറച്ചിട്ട് ഉതിർന്ന് വിടാൻ മാത്രമുള്ള ഭയങ്കര ഘോര ശബ്ദം. ഇടിയിലിരിക്കുമ്പോൾ കാണുന്നില്ലേന്ന്, കൂടെ വന്നില്ലേ. തിഹാമയിൽ വല്ല പർവ്വതം, അതിൽ നിന്നത് സഫുണ്ട്, അപ്പുറം മറവുണ്ട്, ഇതല്ലേ ഇപ്പല്ലേ പർവ്വതം കാണാത്തത്, അത് മുറിച്ചു മാറ്റി. അതൊക്കെ എന്താകും, ഉതിർന്ന് വീഴുന്നതായി തോന്നുന്നു. അതാ വനീനൻ അന്നഹു യതഫത്തതു, അത് പൊടി പൊടിയായിട്ട് വയക്കുവാലിന നമ്മളെ തലയിലേക്ക് വീഴാൻ മാത്രമുള്ള വലിയൊരു ഘോര ശബ്ദം കേട്ടു. ഫലം ഫമ അലിക്കന ഹത്താ ഖളാ സലാത്തഹു വറജീലഹു, തങ്ങളവിടെ നിസ്കരിച്ചിട്ട് നടക്കേക്ക് പോവുകയും ചെയ്തു. അപ്പം നമുക്ക് ഈ അനുഭവം കാണുമ്പോൾ മോളെ നീ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. സുമ്മ തവാഅദ്നാ ലൈലത്തൻ നുഖ്റാ, ബാപ്പ മകളോട് പറയുന്നു, മറ്റൊരു ദിവസം നാം ഇതേമാതിരി ഏകോപിച്ചു. ഫലമ്മാ ജാഅ നഹദ്നാ ഇലൈഹി, അവിടത്തേക്ക് എത്തിയപ്പോൾ നമ്മൾ തുരുതിരെ പോയി. ഫറഅയ്ന സഫാ വൽ മർവ ഇൽതസഖത് ഇഹ്ദാഹുമാ ബിൽ ഉഖ്റാ ഫഹാലതാ ബൈനനാ വബൈനഹു, സഫയും മർവയും കൂടി ചേർന്നിട്ട് നമുക്കങ്ങ് പോകാൻ കഴിയാത്ത വിധത്തിൽ വഴി തടസ്സമുണ്ടാക്കി. വഫീ റിവായത്തിൻ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, തങ്ങൾ നമസ്കരിക്കുന്നു. ഫജാഅഹു അബൂ ജഹൽ റഹ്മത്തുള്ളാഹി അലൈഹി വന്ന് ഫഖാല അലം അൻഹക അൻ ഹാദാ, മുഹമ്മദ് ഇവിടെ വെച്ചിരിക്കാൻ പാടില്ല, ഞാൻ നിന്നോട് നേരത്തെ കണ്ടില്ല, വലുതാ പള്ളി. ഫഅൻസലല്ലാഹ്, അപ്പോൾ അല്ലാഹു തആല തുടങ്ങുന്നു, അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. അറഅയ്തല്ലദീ എന്ന് പറഞ്ഞ ഒരാൾ, അല്ലദീ മനസ്സിലായല്ലോ, അലി അബൂ ജഹൽ തടയുന്നു ഒരു അബ്ദിനെ. അബ്ദൻ എന്ന് പറഞ്ഞാൽ ആ മഹത്തായ അബ്ദാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ഇലാ ആഖിരി സൂറ. وفي رواية أنه صلى الله عليه وسلم لما انصرف من صلاته زبره أبو جهل, അബൂ ജഹൽ തങ്ങളൊന്ന് ഞെട്ടിച്ച്, കേൾക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നിശ്ചയിക്കുന്നു. ഇൻതഹസഹു വഖാല അന്നക ലതഅലമു അന്ന മാ ബിഹാ അക്സറു നാദിജൻ മിന്നി. അബൂ ജഹൽ പറയുന്നു, എന്നേക്കാൾ ജനപിന്തുണയുള്ള, നാദി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സഹകരണവും ഒത്തൊരുമയുണ്ടാകുന്ന ആട് സംഘടിപ്പിക്കുന്ന ഒരു സ്ഥലം. അത്രയും ജനക്കൂട്ടം ഉള്ള ഒരാൾ ഞാനല്ലാതെ വേറെ ഇല്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ. അതുകൊണ്ട് അപ്പം അല്ലാഹു തആല പറഞ്ഞു, ഫഅൻസലല്ലാഹു സുബ്ഹാനഹു വതആല ഫൽയദ്ഉ നാദിയഹു സനദ്ഉ സബ, എന്നാൽ പിന്നെ അവൻ്റെ ജനക്കൂട്ടത്തിനൊക്കെ വിളിക്കട്ടെ, ഞാൻ സബാനിയാക്കളെയും വിളിക്കാം, എന്നിട്ട് ഓർ രണ്ടാളും ഫൈറ്റിംഗ് ആട്ടെ, ആര് ജയിക്കുമെന്ന് നോക്കാം. സനദ്ഉ സബാനിയ. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ലൗ ദഅ നാദിയഹു, ഈ അബൂജഹങ്ങാനും മോൻ്റെ ആളെല്ലാം വിളിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ലഅഖദതു സബാനിയത്തുള്ള, അള്ളാഹുവിൻ്റെ സബാനിയാകാൻ മലായിക്കത്തിങ് ഇറങ്ങും, എന്നിട്ട് ഇവരെ പിടികൂടും. കണ്ടാ. വഖാല യൗമൻ ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോട് പറഞ്ഞു, ലഖദ് അലിംത അന്നി അംനഉ അഹ്ലിൽ ബത്ഹാ, ഈ ഭൂമിയിൽ ഏറ്റവും ജനപിന്തുണയും പ്രൊട്ടക്ഷനും ഉള്ള ആളാണ് ഞാൻ എന്നത് എനിക്കറിഞ്ഞൂടെ. വാനൽ അസീസുൽ കരീം, ഞാൻ ആരാന്നറിയോ, അസീസും കരീമുമാണെന്ന്. അപ്പോൾ ഫഅൻസലല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൂറത്തുൽ ദുഖാനിലുണ്ട്, ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം, എന്നുവെച്ചാൽ അസീസും കരീമുമാണ് എന്ന് അള്ളാഹ് സംബന്ധിച്ചെന്നല്ല അർത്ഥം.
അസീസും കരീമാണെന്ന് പ്രഖ്യാപിച്ച ആളല്ലേ, എന്നാൽ ഇപ്പൊ നന്നായി എന്താ ആസ്വദിച്ചോളീൻ. നീ അസീസും കരീമല്ലേ, ആസ്വദിച്ചോ. കാലൽ വാഹിദി പറഞ്ഞ് തഖൂലു ലഹു ദബാനിയത്തു, ആ ദുഖ് എന്ന് പറയുന്ന ആറ്റുണ്ടല്ലോ, അത് ദബാനിയാക്കളാണ് പറയുക. ഇന്ദ തഅദീബിഹി ഫിന്നാർ, ആ നരകത്തിൽ ഇവൻ അദാബ് ചെയ്യുന്ന അവസരത്തിൽ അബൂജഹലെ ആസ്വദിക്കാം, നീ അസീസും കരീമല്ല, നീ വലിയൊരു ആളല്ലേ, ആസ്വദിക്കും. തൗബീഖൻ ലഹു, അവനെ കളിയാക്കിയിട്ടും പരിഹസിച്ചിട്ടും പറയാണ്. വമിന്ദാലിക്ക, ഇനി ഇപ്പം ഇത്ര കുറേ സംഭവം കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു സംഭവം അതും കൂടെ വെച്ച് നമുക്ക് നിർത്താം. അന്നഹു ലമ്മാ അൻസലല്ലാഹു തആല സൂറത്ത് തബ്ബത് യദാ അബീ ലഹബിൻ എന്ന സൂറത്ത് അല്ലാഹു തആല ഇറക്കി. ജാഅത് ഇംറഅതു അബീ ലഹബ്, അബൂ ലഹബിൻ്റെ ഭാര്യ ഏതാ വരുന്നു. ഇംറഅതുഹു എന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ, അവൻ്റെ ഭാര്യ. വഹിയ ഉമ്മു ജമീൽ എന്നാണ് ആ പെണ്ണുങ്ങളെ പേര് അല്ലേ. എന്നാൽ നമ്മൾ ഇമാമികൾ പറയുന്ന പേര് മാറ്റണോ, ഉമ്മു കബീഹ് എന്നാണ് നമ്മളെ വിളിക്കേണ്ടത്. ജമീൽ എന്ന് പറ്റൂല, കാരണം അത്രയും കുറ്റം കെട്ട പെണ്ണ്. വസ്മിഹൽ ഔസ എന്നാണ് പേര്. ഉമ്മു ജമീൽ ഓമന പേരാണല്ലോ. ഉമ്മെന്നോ അബുന്നോ കൂട്ടിയാൽ കുഞ്ഞത്തലമാണ്, സ്വന്തം പേരെന്താ ഔസ. വക്കീല അർവ എന്നും പേരാണ് ഒരു കീലുണ്ട്. അതാരാണ്? ബിന്ത് ഹർബ്, ഹർബിൻ്റെ മോളാണ്. ഏതാ ഹർബ്? മുആവിയ, മറ്റു അബൂ സുഫിയാനില്ലേ, മുആവിയ തങ്ങളെ ഉപ്പയാണല്ലോ അബൂ സുഫിയാൻ. ബദറിലും ഉഹദിലൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കിയ അബൂ സുഫിയാൻ്റെ ഉപ്പയാരാന്ന്? ഹർബ്. അപ്പം അബൂ സുഫിയാൻ അളിയനാന്ന്. അബൂ സുഫിയാൻ്റെ പങ്കാകുമ്പം അബൂ ലഹബിൻ്റെ അളിയനായില്ലേ, ഉഖ്ത് അബീ സുഫിയാൻ. വലഹ, അവൾ വന്നത് വൽവലത്തോൻ, മോളെന്തിൻ്റെ പിറുപിറുക്കുന്നുണ്ട്, ഒരു അർത്ഥശൂന്യമായ വാക്കുകൾ പിറുപിറോറോ പറയും, പിരാൻ തെളിയിച്ച്. വബിയദിഹ ഫിഹിറുൻ, അവളെ കയ്യിൽ വലിയൊരു കല്ലുണ്ട്. ഹജറുൻ യംലഉൽ കഫ, കയ്യിൽ ഇവിടെ പിടിക്കാൻ മാത്രമുണ്ട്. ഫീഹി തൂലുൻ തദിഖു, എന്നപ്പുറം ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമഅഹു അബൂബക്കർ, അതിന് കുറച്ച് നീളമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അതങ്ങൾ തങ്ങളിലേക്ക് വന്ന്, ആര്? ഇയാൾ. ഫലമ്മ റആഹ, ഈ പെണ്ണുങ്ങൾ വരുന്ന കണ്ടപ്പോൾ പിരാന്തളയിട്ട് കല്ല് കൊടുത്തിട്ട് ആ വരുന്ന തങ്ങളെ എറിയാനെന്ന് കണ്ടപ്പോൾ ഖാല യാ റസൂലല്ലാഹ് ഇന്ന ഇംറഅത്തുൻ ബദിയ്യത്തുൻ, വലിയ ചീത്ത പറയുന്ന മഹാബടക്കായ ഒരു പെണ്ണുങ്ങളാണിത്. തഹ്തീബിൽ മിനൽ ഖൗൽ, മോശമായ വളരെ വാക്കുകൾ പറയും. അതുകൊണ്ട് ഫലോ കുംത കൈലാ തൂദിയക്ക, അവിടെ വന്നിട്ട് ചങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി തങ്ങളൊന്ന് മാറി നിന്നാലോ. ഇത് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയില്ല. പിന്നെ ഫഖാല ഇന്നഹാ ലൻ തറാനി, തങ്ങൾ പറഞ്ഞു ഓള് വന്ന എന്നെ കാണൂല. ഫജാഅത്, അങ്ങനെ വന്നു. ഫഖാലത് യാ അബൂബക്കർ, അബൂബക്കറെ സാഹിബുക്ക് ഹജാനി, നിന്റെ കൂട്ടുകാരൻ എന്നെ ആന്താക്കി ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സൂറത്തിലുള്ള അംറഅതുഹു അമ്മാലത്തുൽ ഹതബ്. വഫീ ലഫ്ദി മാ ശഅനു സാഹിബിക യുൻസിദു ഫിശ്ശിഅർ, പദ്യമുണ്ടാക്കിയിട്ട് എന്നെ വിമർശിക്കുന്നു. ഖാല, സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു ലാ വല്ലാഹി മാ യഖൂലു ശിഅറ, തങ്ങൾക്ക് പദ്യം ഉണ്ടാക്കാൻ അറിയില്ല. വമാ അല്ലംനാഹു ശിഅറ എന്നല്ലേ, പദ്യം ഉണ്ടാക്കൽ ഇല്ല. വഫീ ലഫ്ദി ലാ വറബ്ബിൽ കഅബത്ത് ഹാദൽ ബൈത്തി മാ ഹജാക്കി, കഅബത്തിൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ആക്ഷേപിച്ചിട്ടേ ഇല്ല. വല്ലാഹി മാ സാഹിബി ഷാഇറു, നീ പറഞ്ഞതുപോലെ എൻ്റെ സാഹിബ് പദ്യമുണ്ടാക്കുന്ന ആളുമല്ല. പഴയകാലത്ത് അങ്ങനെയാണ്, പദ്യം ചൊല്ലിച്ച് വിമർശിക്കും, ഇതിൻ്റെ പദ്യം കൊണ്ട് തന്നെ എന്താക്കും, തിരിച്ച് മറുപടി പറയും. ഇനി ഐ ലാ യുഹ്സിനു ഇൻഷാഅ, പദ്യമുണ്ടാക്കാൻ തങ്ങൾക്ക് കഴിയില്ല. അന്ന് പഠിപ്പിക്കാനേ കഴിയില്ലല്ലോ. എന്തുകൊണ്ട്? ഷായിറാണ് എന്ന് കുറ്റപ്പെടുത്തിയത് ഇവിടെ നടന്നു കളിയുമല്ല. ഫഖാലത്ത് ലഹു, അപ്പോൾ ഈ പെണ്ണ് പറയുന്നു അന്ത എന്തിലെ സ്വാദി, നീ നേര് പറയുന്ന ആൾ തന്നെയാണ്.
പിന്നെ എന്നോട് ആര് പറഞ്ഞ്? എന്നിട്ട് പറഞ്ഞു വൻസറഫത്ത് വഹിയ തഖൂലു ഖദ് അലിമത്ത് ഖുറൈശുൻ അന്നി ബിന്തു സയ്യിദിൻ, ഞാനൊരു സയ്യിദിൻ്റെ മോളാണ്, ഖുറൈശികൾ അങ്ങ് സമ്മതിച്ചിരിക്കുന്നു. പ്രതികാരം എടുക്കാൻ പോയിച്ചേ, സയ്യിദിൻ്റെ മോളാണ്. താനി അബ്ദു മനാഫ്, അതായത് സയ്യിദ് അബ്ദു മനാഫ് ജദ്ദു അബീഹ, ഉപ്പാൻ്റെ ജദ്ദാണ് അബ്ദു മനാഫ്. അപ്പോൾ ഒമൻഖാൻ അബ്ദു മനാഫിൻ നബാഹു, അപ്പോൾ അബ്ദു മനാഫ് ആരുടെയെങ്കിലും ബാപ്പയാണെങ്കിൽ ലാ ജംബഗി ലി അഹദിൻ അൻ യതജാസറ അലാ ദമ്മി, വിമർശിക്കാൻ വേണ്ടി ഒരുങ്ങൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദു മനാഫിൻ്റെ മോനല്ലേ? എങ്ങനെ മോനെ? അബ്ദു മനാഫ്, അബ്ദുൽ ഹാഷിം, അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ള. അപ്പം എന്താ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞെന്താണ്? വിമർശിച്ചിട്ടില്ല എന്നല്ലേ? അതെ, അബ്ദു മനാഫിൻ്റെ മക്കൾ ആരെയും വിമർശിക്കാൻ പോകില്ല. അപ്പം പെണ്ണുങ്ങൾ എവിടുന്നോ കേട്ടിട്ട് ധരിച്ചു വെച്ചതാണെന്ന് പറയുന്നിരുന്നു. കാല അബൂബക്കർ പറയുന്നു ഖുൽതു യാ റസൂലല്ലാഹ് ലം തറക, ലിമ തറക എന്ന് വായിച്ചു കേട്ടെ, ലം തറക, ആ പെണ്ണ് തങ്ങളെ കണ്ടിട്ടില്ല നബി, നേരത്തെ പറഞ്ഞില്ലേ. കാല വലം യസൽ മലക്കുൻ യസ്തുർനി ബിജനാഹൈഹി, ഒരു മലക്ക് വന്നിട്ട് ആ മലക്കിൻ്റെ 2 ചിറക് കൊണ്ടും എന്നെ മറച്ചതാണ്. വഫീ റിവായത്തിൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അബീ ബക്കർ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞ് ഖുല്ലഹാ ഹൽ തറൈന ഇൻദി അഹദൻ, ആ പെണ്ണുങ്ങളോട് ചോദിക്ക് എൻ്റെ അടുക്കൽ ആരെങ്കിലും കാണുന്നുണ്ടോന്ന്. ഫസഅലഹ അബൂബക്കർ, അത് എൻ്റെ അടുക്കൽ സിദ്ദീഖ് തങ്ങളെ ചോദിക്കുന്നതാണ്. അപ്പോൾ സിദ്ദീഖ് തങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഫസഅലഹ അബൂബക്കർ, സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു. ഫഖാലത്ത്, അവിടെന്ന് പറയുന്നു ആ തഹസബി, എന്നെ ഇങ്ങനെ പരിഹസിക്കാന്ന് ഇവിടെ ആളെ കാണില്ലല്ലോ, കാണാത്തവരും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. വല്ലാഹി മാറാ ഇൻദക അഹദൻ, ഒരാളും ഇവിടെ ഇല്ല. വഫീ റിവായത്തിൻ അന്നഹ ജാഅത വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദി വമഅഹു അബൂബക്കർ വഉമർ റളിയല്ലാഹു അൻഹു, 2 ആളുണ്ട്. വഫീ യദിഹാ ഫിഹറുൻ, കയ്യിലൊരു കല്ലുണ്ട്. ആരെ? ഈ ഉമ്മു ഖബീഹ എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ. ഫലമ്മ വഖഫത്ത് അലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തിയപ്പോൾ അഖദല്ലാഹു അലാ ബസരിഹാ, അവളെ കണ്ണിൻ്റെ കാഴ്ച അല്ലാഹു എടുത്തു കളഞ്ഞു. ഫലം തറഹു, അതുകൊണ്ട് തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. വറഅത്ത് അബൂബക്കർ വഉമർ, 2 ആളെയും കാണുന്നു. ഫഅഖബലത്ത് അലാ അബീബക്കർ, സിദ്ദീഖ് തങ്ങളുടെ അടുക്ക് മുന്നിട്ട് പറഞ്ഞു. ഫഖാലത്ത് ലഹു അയ്ന സാഹിബുക, നിൻ്റെ ഒരു സാഹിബ് ആണല്ലോ ഇവിടെ, എവിടെ പോയി? ഖാല വമാ തസ്നഉ ബി, സാഹിബിനെ കിട്ടിയാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്താ കാട്ടുക? ഖാലത്ത് ബലഗനി അന്നഹു ഹജാനി, എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് വിവരം കിട്ടി, അതുകൊണ്ട് അവനെ വിടൂല. വല്ലാഹി വജത്തുഹു ലറബതു ബിഹാദൽ ഹജ്ജി ഫമഹു, എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഈ കല്ലുപയോഗിച്ച് അവളെ വായ പൊട്ടിക്കുന്നു. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വൈഹക്കി, എന്താണ് നീ പറയുന്നത്? ഇന്നഹു ലൈസ ബിശായിരി, പദ്യം ചൊല്ലിയിട്ട് വിമർശിക്കുന്ന ഷായിറല്ല തങ്ങൾ. ഫഖാലത്ത് ഇന്നി ലാ ഉകല്ലിമുക ഇബ്നുൽ ഖത്താബിൻ്റെ മോനെ, നിന്നോട് ഞാൻ സംസാരിച്ചത് നീ മാറി നിൽക്കും. ഞാൻ സിദ്ദീഖിനോടാണ് സംസാരിച്ചത്, നീ എന്തിനാണ് ഇവിടുന്ന്? അതെന്താ? ലിമാ തഅലമുഹു മിൻ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സംസാരിച്ചാൽ മുറക്ക കിട്ടുമെന്ന് ഓർക്കന്നെ അറിയാവുണ്ട്. സുമ്മ അഖബലത്ത് അലാ അബീ ബക്കർ, അബൂബക്കർ തങ്ങൾക്ക് മുന്നിട്ട് പറഞ്ഞു. ലിമാ തഅലമുഹു മിൻ ലീനിഹി, കാരണം ഓറ് കുറച്ച് ലീനാണ് ആള്, പക്ഷേ വേണ്ടക്കൽ ലീനല്ലേ. ഫഖാലത്ത് വസ്തവാഖിബി ഇന്നഹു ലശായിർ, നക്ഷത്രങ്ങളെ തന്നെയാണ് സത്യം, ഷായിറാണ് എന്ന് ഉണ്ടാക്കി അപ്പെണ്ണ് പറയും. അത് സത്യം ചെയ്ത. വഇന്നീല ഷായിറത്തുൻ, ഞാനും ഒരു കവയിത്രിയാണ്. അങ്ങനെയല്ലേ വേണ്ടി? കവിൻ്റെ മന്നത്ത് എന്താന്ന് സല്ലമിൻ്റെ ഭാഷ കവയിത്രി. അതുകൊണ്ട് ഫകമാ ഹദാനി ലഹു ജുന്നഹു, എന്നെ പദ്യം വിമർശിച്ചെങ്കിൽ ഞാൻ പദ്യം ചൊല്ലിയിട്ട് അങ്ങോട്ടും വിമർശിക്കും. വൻസറഫത്ത്, അങ്ങനെ എന്തെല്ലോ പറഞ്ഞിട്ട് പോയി. ഫഖീല ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി, തങ്ങളോട് പറഞ്ഞു ഇന്നഹാ ലം തറക്കി, ഓളിങ്ങനെ പറഞ്ഞതല്ലോ ഓൾ കണ്ടിട്ടില്ല ഞങ്ങളാ. ഫഖാല ഇന്നഹാ ലൻ തറാനി, അത് കാണൂല. എന്തുകൊണ്ട്?
ജഅല ബൈനി വബൈനഹ ജുഇല ബൈനി വബൈനഹ ഹിജാബുൻ, എൻ്റെയും അവളുടെ ഇടയിൽ ഹിജാബുണ്ട്, തടസ്സമുണ്ട്. ഐ ലിഅന്നഹു ഖറഅ ഖുർആന യതസമ ബിഹി കമാ ഖാല അല്ലാഹു തആല വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. സൂറത്ത് ബനി ഇസ്രാഈൽ ആയത്താണ്. തങ്ങൾ ഖുർആൻ ഓതിയാൽ وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة, പരലോകം കൊണ്ട് വിശ്വസിക്കാത്ത മുഅ്മിനല്ലാത്ത ആളുണ്ടല്ലോ, അവരുടെ ഇടയിലും തങ്ങളുടെയും ഇടയിൽ ഹിജാബം മസ്തൂർ ഞാൻ ഉണ്ടാക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ ഖുർആൻ ഓതിലെന്താക്കി? കാവൽ സിദ്ധിച്ചപ്പോൾ ഹിജാബായി. വഫീ റിവായത്തിൻ അക്ബലത്ത് വമഅഹാ ഫിഹ്റാനി, 2 കല്ലുണ്ടായിരുന്നു എന്ന് ചില റിവായത്തിലുണ്ട്. വഹിയ തഖൂലു, ഓള് പാട്ട് പാടിയെന്താ? മുദമ്മമൻ ആബൈന വദീനഹു ഖാലൈന വഅംറഹു ആസൈന എന്നായി പെണ്ണുങ്ങൾ പറയുന്നു. മുദമ്മമൻ അബൈന, മുദമ്മമ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് മാറ്റി വിളിക്കുന്നു. മുഹമ്മദ് എന്നല്ല തങ്ങളുടെ പേര്, ആ പേര് വെച്ചുകൊണ്ട് ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയൂല എന്നാണ്. അതുകൊണ്ട് ആ മുഹമ്മദ് എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ എന്താന്ന് ആ ഭാഗത്ത് തന്നെ പറഞ്ഞില്ലേ? എല്ലാവരാലും എല്ലാവിധേയും ഏറ്റവും അധികം സ്തുതിക്കപ്പെടേണ്ടവർ എന്നാണല്ലോ മുഹമ്മദിൻ്റെ അർത്ഥം. അവിടുന്ന് വെച്ചിട്ട് അതിനപ്പുറം കുറ്റം പറയാൻ കഴിയൂലല്ലോ. അവിടെ പേരങ്ങോട്ട് മാറ്റും. ആയിഷ എന്ന് പറഞ്ഞാൽ കോയിഷ എന്ന് പറയില്ലേ, നമ്മളിങ്ങോട്ട് ദേഷ്യം പഠിച്ചാൽ. അപ്പം മുദമ്മിനെ നമ്മളെന്താക്കും? അംഗീകരിക്കൂല. വദീനഹു കലൈന, അദ്ദേഹം കൊണ്ടുവരുന്ന ദീനിനെ നമ്മളെന്താക്കിയിട്ട് വെറുത്തിട്ടുണ്ട്. വഅംറഹു അസൈന, അവർക്ക് കൽപ്പിക്കുന്ന കൽപ്പനകൾക്ക് നമ്മൾ എന്താക്കും? വിപരീതമായി പ്രവർത്തിക്കുമെന്ന് പാട്ടുപാടിക്കൊണ്ടാണ് പെണ്ണുങ്ങൾ വരുന്നു. ഫഖുൽതു, അപ്പം ഞാൻ ചോദിച്ച് ഐനല്ലദീ ഹജാനി വഹജാ ഫഖാലത്ത് എന്നാണ്. ഫഖുൽതു അല്ല, ഫഖാലത്ത് ഐനല്ലദീ ഹജാനി വഹജാ സൗജി, എന്നെയും എൻ്റെ ഭർത്താവായ അബൂലഹബിനെയും കുറ്റപ്പെടുത്തിയ ഒരുത്തനുണ്ട് ഇവിടെ. എവിടെ? വല്ലാഹി ലഇൻ റഅയ്തുഹു ലഅദ്രിബന്നഹു ബിഹാദൈനിൽ ഫിഹ്റൈൻ, എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാനെന്താക്കും? ഈ 2 കല്ല് കൊണ്ടങ്ങ് എറിഞ്ഞിട്ട് പരിക്കേൽപ്പിക്കും. ഖാല അബൂബക്കർ പറഞ്ഞു, യാ ഉമ്മ ജമീൽ വല്ലാഹി മാ ഹദാക്കി വലാ ഹദാ സൗജുക്കി. സിദ്ദീഖ് തങ്ങൾ നല്ല വർത്തമാനം പറഞ്ഞ്, എന്ത്? അല്ലാഹനെ തന്നെ സത്യം, നിന്നെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, നിൻ്റെ സൗജിനെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. സൗജയുടെ അബൂലഹബ്. കാലത്ത്, അപ്പോൾ നിങ്ങൾ പറഞ്ഞു, മാ അന്ത ബിക്കദ്ദാബ്, അപ്പം നിങ്ങൾ കളവ് പറയുന്ന ആളല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാ. എന്തുകൊണ്ട്? വഇന്നന്നാസ ലയഖൂലൂന ദാലിക, ജനങ്ങൾ എന്താക്കി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പം ജനങ്ങളെ വാക്ക് കേട്ടിട്ട് അത് വിളിച്ചുകൂടായത്. സുമ്മ വല്ലത്ത് ദാഹിബത്തൻ, പിന്നെ പെണ്ണുപോയി. ഫഖുൽതു യാ റസൂലല്ലാഹ് ഇന്നഹാ ലം തറക്കി, ആ പെണ്ണ് നിങ്ങൾ കണ്ടിട്ടില്ല നബിയേ. فقال النبي صلى الله عليه وسلم حال بيني وبينها جبريل, ആ പെണ്ണിൻ്റെ ഇടയിലും എൻ്റെ ഇടയിലും ജിബ്രീൽ മറയിട്ടിട്ടുണ്ട് എന്നല്ലേ. അപ്പോൾ ഇവിടെ ഒരു കല്ലെടുത്ത് വന്നു, 2 കല്ലെടുത്ത് വന്നു എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ, ഇത് ഒറ്റ സംഭവമല്ല, പല തവണ ഈ പെണ്ണ് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. വലഅല്ല മജീഅഹ ഖത്തഖതറ ഫലാ മുനാഫത ബൈന റിവായാത്ത്, ഈ സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് ഇടയിൽ വൈരുദ്ധ്യമില്ല. ഇനി അതാണ് തീർന്നേ. ഇനി മുദമ്മമൻ എന്നല്ലേ പറഞ്ഞത്, എന്ന് വെച്ചാൽ തങ്ങളുടെ പേരിൻ്റെ ബർക്കത്താന്ന് പറഞ്ഞാൽ ആ പേര് വെച്ചുകൊണ്ട് എന്നെ വിമർശിക്കാൻ കഴിയൂല. ആ പേരിൻ്റെ അർത്ഥം തന്നെ ശേഷമുള്ളതിന് പ്രതിരോധമായി. അതുകൊണ്ട് പേര് മാറ്റിയിട്ടേ പറയുള്ളൂ. അതെന്നെ പറഞ്ഞിട്ടില്ലല്ലോ, മുദമ്മമിനല്ലേ പറഞ്ഞത്. വകമാ യുഖാലു ഫിൽ ഹംദി മുഹമ്മദുൻ എന്നെന്താകും? സ്തുതിക്കപ്പെടുന്ന അവസരത്തിൽ പറയും പോലെ യുഖാലു ഫിൽ ദമ്മി മുദമ്മം, വിമർശിക്കുന്ന വേളയിൽ എന്ത് പറയും? മുദമ്മം എന്ന് പറയും. രണ്ട് ലിഅന്നഹു ലാ യുഖാലു ദാലിക ഇല്ലാ ലിമൻ ദമ്മ മർറതൻ ബഅദ ഉഖറ, ദമ്മ മർറതൻ ബഅദ ഉഖറ, വീണ്ടും 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 വിമർശിക്കപ്പെട്ടവർക്ക് മുദമ്മം എന്ന് പറയുള്ളൂ. ഏതുപോലെ വീണ്ടും 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 സ്തുതിക്കപ്പെടുന്നവർക്കാണ് മുഹമ്മദ് എന്ന് പറയുക. ഇതുപോലെ കമാ അന്ന മുഹമ്മദ് ലാ യുഖാലു ഇല്ലാ ലിമൻ ഹമിദ മർറതൻ ബഅദ ഉഖറ.
وقد جاء أنه صلى الله عليه وسلم قال إنه അതിനെ പറഞ്ഞുകൊണ്ടുള്ള കിരിമത്ത് കൈഫ സറഫല്ലാഹു അന്നി ശത്മ ഖുറൈശ് വലഅനഹും ഖുറൈശികൾ ആക്ഷേപങ്ങളും ഖുറൈശികളെ ലഅനത്തും അല്ലാഹു എന്നെപ്പറ്റി തടുത്ത കോലം കണ്ടില്ലേ? എന്താണ് യസ്തിമൂന മുദമ്മമൻ മുദമ്മമ എന്നിട്ട് ഏതോറ്റരുണ്ട് വാനയാന്ന് ഇവർ പറയുന്നത് തങ്ങളിലെ കേസുന്നില്ല. വയൽഅനൂന മുദമ്മമൻ എന്നെ പറഞ്ഞിട്ടില്ല. വഅന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫി ദുർറുൽ മൻസൂർ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു തഫ്സീറാണ് ദുർറുൽ മൻസൂർ. അന്നഹ അത്തത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പെണ്ണുങ്ങൾ വന്നു. വഹുവ ജാലിസുൻ ഫിൽ മലഅ് അവിടെ ഇരിക്കുന്ന തങ്ങളിൽ. ഫഖാലത് യാ മുഹമ്മദു അലാമ തഹ്ജുനി എന്തിനാ നിങ്ങൾ എന്നെ വിമർശിക്കുന്നത്? ഖാല വല്ലാഹി മാ ഹജൗതുകി ഞാൻ എന്നെ ആക്ഷേപിച്ചിട്ടില്ല. പിന്നെ മാ ഹജാക്കി ഇല്ലല്ലാ അല്ലാഹു തആല തമ്പത്ത് ചെയ്ത സൂറത്ത് ഇറക്കിയിട്ട് അല്ലാഹുവിൻ്റെ കലാമാണ്. ഖാലത് അറഅയ്തനി അഹ്മിലു ഹതബൻ നിങ്ങൾ പറഞ്ഞില്ലേ എന്താണ് ഹമ്മാലത്തുൽ ഹതബ് എന്ന് വിറകും കെട്ടിയിട്ട് ഞാൻ തലയിൽ വിറവും കെട്ടിയിട്ട് പോകുന്ന നീ എപ്പം കണ്ടിട്ടുണ്ടോ? പക്ഷെ കാണാൻ പോകുന്നതിലുള്ളൂ കണ്ടാ. ആ റഅയ്ത ഫീ ജീദി ഹബ്ലം മിൻ മസദ് ഫീ ജീദിഹാ ഹബ്ലം മിൻ മസദ് കയറു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പെണ്ണുങ്ങൾ ചോദിച്ചു. വഹാദാ യുഅയ്യിദു മാ ഖാലഹു ബഅദുൽ മുഫസ്സിരീൻ ഇന്നൽ ഹതബ എന്ന ഇബാറത്തുൻ അനിൻ നമീമത്തി. ഈ ഹതബ് എന്നുള്ളത് വിറകല്ല, നമീമത്തിനെ തൊട്ട് ഇബാറത്താണ്. യുഖാലു ഫുലാനുൻ യഹതിബു അലയ്യ എന്ന് പറഞ്ഞാൽ ഒരാൾ എന്നെ വേണ്ടി അയ്യനിമൂൻ അയാൾ നമീമത്ത് പറയുന്നുണ്ട് എന്ന അർത്ഥം. ഏഷണി ലിഅന്നഹ കാനത് തംശി ബൈനൻ നാസി ബിൻ നമീമത്തി ജനങ്ങളുടെ ഇടയിൽ നമീമത്ത് പറഞ്ഞുണ്ടാക്കും, ഫിത്നയും ഫസാദും ഉണ്ടാക്കും. ഏതായാലും ജുലൂസോടെ പറയുന്നില്ല എൻ്റെ പങ്ങവും പുയ്യാപ്പളയും കൂടി സെഹർ ചെയ്തിട്ടുണ്ട്. ദിവനോട് പറയുന്നില്ല പങ്ങ എന്താക്കുന്നറിയോ? ചായ തന്ന കുടിച്ചക്കല്ലേ ചെയ്യുന്നത്ര പുകാണ്ടൊക്കെ വേണ്ടി എന്നിട്ടോ ചായ ഒന്നും കുടിക്കാൻ പാടില്ല. നീ നോമ്പൊന്നുണ്ടാൾ പറഞ്ഞോ എന്താന്ന് അവള് ജപിച്ച് പൊതിച്ച് കൊടുക്കുമ്പോഴും ഇവർക്ക് ഇടുന്ന വിവരം കെട്ടി ഈ നമീമത്തിന്. അപ്പോൾ അവർക്ക് എന്തുണ്ട് ഇഷാബിയായ കണക്കുണ്ട്. സാധാരണ കണക്കൊന്നുമല്ല. ഞാൻ എന്തിനാ പിള്ളേർക്ക് ധാരാള ഭക്ഷണത്തിൽ ചരട് വാരിയിരുന്ന മണ്ണ് വാരിയിടുന്നതിന് നിങ്ങളത് തിന്നോണ്ട് കഴിഞ്ഞു ഹറമായ ഭക്ഷണം നിങ്ങൾ തൊട്ട് തടയണ്ടേ? അപ്പം അതാണ് എൻ്റെ അർത്ഥം. വഇന്നൽ ഹബില അത് വത്തുഖനി സൗജഹ വഗൈറുഹു ബിഅദാവതിഹി എന്നിട്ടോ മറ്റുള്ള ആളെ ഇളക്കി വിടും. സൗജന അബൂലഹബിനെയും ഇളക്കി വിടും, മറ്റുള്ള ആൾ ഇളക്കി വിട്ടിട്ട് ഇനി തങ്ങളോട് അദാവത്ത് വെക്കണം എന്ന് ഇളക്കി വിടുന്നതാണ്. ഇനി ഹബിൽ എന്ന് പറഞ്ഞില്ലേ കയരി. വഇന്നൽ ഹബില ഇബാറത്തുൻ അൻ ഹബിലിൻ മിൻ നാരിൻ മുഹക്കമിൻ നരകത്തിൽ നിന്നുള്ള ശക്തിയേറിയ പൊട്ടാത്ത ഒരു കയറാണ് ഇത് ഹബലും മിൻ മസദ് എന്ന് പറഞ്ഞ കാര്യം. തഫ്സീറിൻ്റെ വ്യത്യാസം അറിയുന്നു. അല്ലാണ്ട് കാണാവുന്ന വിറകോ അല്ലെങ്കിൽ കാണാവുന്ന കയറോ കണ്ടു എന്നാരും പറഞ്ഞിട്ടില്ല. മസദ് എന്ന് പറഞ്ഞാൽ മസദുന്നാർ മസദില്ലേ എന്താ ഈ മസദ്? അസിൽസിലത്തും മിൻ ഹദീദിൻ ദർഉഹാ 70 ദിറാഅൻ 70 മുഴം നീളമുള്ള ഒരു ഇരുമ്പിൻ്റെ നരകത്തിലുള്ള ചങ്ങലയാണ്. വൈലാദാലിക അശാറ സാഹിബുൽ ഹംസിയ ഈ പറഞ്ഞത്തോളം സംഭവത്തിൽ സൂചിപ്പിക്കുന്നു. ആര്? സാഹിബുൽ ഹംസിയ സയ്യിദുനാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. وأعدت حمالة الحطب فيه وجاءت كأنها الورقاء صلواتي على النبي وسلامي وهو خير الأنام بدر التمام. അവിടെ വർക്കാന്നാണ് അവിടെ എന്താണ് വർക്കല്ല. ഖുർആനിൽ
ഹമ്മാലത്തുൽ ഹതബ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു പെണ്ണുണ്ടല്ലോ, അവൾ ഒരുക്കി വെച്ച് അൽ ഫിഹ്റ കല്ല്. എന്നിട്ടോ വജാഅത്ത് വിജാത്ത് തങ്ങളിലേക്ക് വന്നത് കാന്നഹൽ വർക്കാവുന്ന പ്രാവിന പറയാം, ഭയങ്കര സ്പീഡാന്ന് പോലും അതതിന് പറയും. ഷറഹ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വളരെ സ്പീഡുള്ള ഒരു പ്രാവിനോട് ഈ പെണ്ണുങ്ങളെ തശ്ബീഹാക്കി കാന്നഹൽ വർക്ക, അതാ രൂപത്തിൽ വളരെ സ്പീഡിൽ ഓടിയിട്ടാണ് വരുന്നത്. يوم جاءت غضبا فقولوا آفي مثل من أحمد يقال الهجاء صلوات على النبي والسلام وهو خير الأنام بدر تمام يوم جاءت غضبا. ആ പെണ്ണ് ഭയങ്കരമായി ദേഷ്യം പിടിച്ച് ചൂടായിക്കൊണ്ടിതാ വരുന്ന്. തഖൂലു അഫീ മിസ്ലി, എന്നെപ്പോലത്തെ ആളെയാണോ മിൻ അഹമ്മദ് യുക്കാലു ഹജാഉ, വിമർശിക്കുന്ന വാക്കുകൾ വരുന്നത്? ഞാൻ ആരാ? ആരമുള്ളതെന്ന് പറഞ്ഞാൽ അറബിൻ്റെ വലിയ നേതാവല്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് കല്ലെടുത്തിട്ട് വന്ന് وتولت وما رأته ومن أين ترى الشمس مقلة عمياء صلوات على النبي والسلام وهو خير الأنام بدر വതവല്ലത്ത്, ആ പെണ്ണ് മടങ്ങിപ്പോയി. വമാ റഅതുഹു, തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ചോദിക്കുന്നു, കുരുടന്മാർക്ക് സൂര്യനെ കാണാൻ കഴിയോ? ഒക്കെ കുരുട് ബാധിച്ചാൽ കുരുടൻ സൂര്യനെ കാണലുണ്ടോ? അതാ അയിന തറശംസു ശംസ മുഖലത്തുൻ ഞംജ. ഇനി ഈ പദ്യത്തിൽ ചെറിയ അർത്ഥം കൊണ്ട് അവിടെ നിർത്താം. മഅന കൗനി ഹമ്മാലത്തുൽ ഹതബ് എന്ന് ഖുർആനിലില്ലേ? ഇംറഅതുഹു, അതിനർത്ഥം എന്താ? അന്നഹ കാനത്ത് തഹ്മിലു ഷൗക വൽ ഹസക വതതുറുഹു ഫീ തരീഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ വഴിയിൽ വെതറാൻ വേണ്ടി, തങ്ങൾക്ക് യാത്രാക്ലേശം ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ മുള്ളുകളും മറ്റും ശേഖരിച്ചിട്ട് തങ്ങളെ വെടിയിലിടും. അതാണ് ഹമ്മാലത്തുൽ ഹതബ്. അത് ഹിസ്സിയായി എന്നേരം. മറ്റേത് നമീമത്ത്. എന്നിട്ട് പറയുന്നത് വല മാനിമിനിച്ചിമാൽ ഔസാഫ്. ഈ രണ്ട് വസ്തും നോക്കുന്നുണ്ട്, രണ്ടർത്ഥ പ്രകാരവും ഹമ്മാലത്തുൽ ഹതബ് തന്നെ. ഇനി ബഖൗലു കഅന്നഹൽ വർഖാഉ എന്ന് പറഞ്ഞില്ലേ, പറന്നു വന്ന്. അന്നഹ ജാഅത് വഹിയ ഫീ ഗായത്തി സുർഅതി വൽ അജല, അങ്ങേറ്റത്തെ സ്പീഡിലാണ് പെണ്ണ് വന്നത്. ഇതുപോലെ കഅന്നഹ ഫീ ശിദ്ദത്തി സുർഅതി വൽ അജലതി. അപ്പോൾ അതേതാണ് ഈ പ്രാവിനോട് തശ്ബീഹാക്കി സാദൃശ്യപ്പെടുത്തി പറഞ്ഞില്ലേ? അപ്പോൾ ഒരു പോയിന്റ് വേണം. അപ്പം സ്പീഡിൻ്റെ വിഷയത്തിൽ ആ അൽ ഹമാമത്ത് ഷദിയത്തുണ്ട്, അൽ ഇസ്റാൽ ഉണ്ടോ? മുന്നോട്ട് നിൽക്കട്ട്. ഇനി അതിൻ്റെ പറ്റി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ പോത്ത് പറ്റാൻ കുറഞ്ഞു പോകും. Okay.